വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ബിറ്റ് ടോക്സ്. ഇന്ന് അടുത്ത നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം കേരളത്തിൽ മഴയും പരിപാടിയായിട്ട് ഡെങ്കിപ്പനി പരകുന്ന അവസ്ഥയിൽ കോർപ്പറേഷനിൽ നിന്നും കൊതുക് നിവാരണത്തിന് ക്ലാസ് എടുക്കാൻ നമ്മളോട് ഒരാൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ കാണിക്കല്ലേ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രമുഖ സ്റ്റാൻഡപ്പ് കോമിക്കും അറിഞ്ഞിട്ട് കാര്യമില്ല. സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് 50 കോടി ക്ലബിൽ വന്ന ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമിക്കാണ് ആൻസി ചാൾസ്. വെൽക്കം ടു ബിറ്റ് ടോക്സ്. ആൻസി നമ്മളുടെ ഒരു കണ്ടംപററി കോമിക്സ്. ആൻസി തെറിയല്ല, കണ്ടംപററി ഒരു അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് ആൻസിക്ക് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, ആൻസിന് മലയാളം തിരിച്ചു പറയാം. ആൻസി നമ്മളോട് ബമ്പർച്ചില്ലയിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നിച്ച് ബമ്പർച്ചില്ല ഒരു സീസണിലുണ്ടായിരുന്നു അല്ലേ? നമ്മളൊന്നിച്ച് ചെയിൻ സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ, ജോണ്, മഹ, അനീറ്റ, ആൻസി, ശബരി അല്ലേ? നമ്മൾ 6 പേരാണ് ഫസ്റ്റ് ചെയിൻ സ്റ്റാൻഡപ്പ് ഒരുമിച്ച്. ആൾക്കാർ എനിക്കൊന്ന് നമ്മളെ എല്ലാവരും ഇൻഡിവിജ്വലി അറിയാത്തവർ പോലും നമ്മുടെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. എനിക്ക് 2-3 മില്യൺ ഓടിയിട്ടുണ്ട്. അത്ര വലിയ വീഡിയോ. സോ നമ്മൾ ഒന്നിച്ച് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്. പറയാം ആൻസി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ആൻസി ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് കേട്ടു, ഉള്ളതാണോ? ഇപ്പഴല്ല, ആൻസി നമ്മൾ ചുമ്മാ ചോദിക്കുന്നത്. നമ്മൾ ആൻസി 2-3 സിനിമ ജയ ജയ ഹേക്കകത്ത് ദർശനയുടെ ചൈൽഡ്ഹുഡ് +2 ഫ്രണ്ടായിട്ട് സ്ക്രീനിൽ വന്ന ആൻസിയാണ്. നമ്മൾ തിയേറ്ററിൽ കണ്ടായിരുന്നു. തിയേറ്ററിൽ 2 ഭയങ്കര സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ്. ആൻസി അങ്ങനെ വരുന്ന കഥാപാത്രങ്ങളൊന്നും ചെയ്യുന്നില്ല. കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് 2 ഡയലോഗിന്റെ കണ്ടി താഴെയുള്ള കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ. 2 സിനിമ തിയേറ്റർ റിലീസായി. ഇനി ഏതെങ്കിലും വർക്ക് നടക്കുന്നുണ്ടോ? അല്ല, വരുന്നുണ്ട്. ഷൂട്ട് കഴിഞ്ഞു. അല്ല ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. സാധനം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ജോൺ റിക്കവറിങ് സ്റ്റേജിലായതുകൊണ്ട് പിന്നെ നമുക്ക് പെൺകുട്ടികളെ ഈ പോഡ്കാസ്റ്റിൽ ഇരുത്തി ഒരു ശീലമായി തുടങ്ങിയതുകൊണ്ട് നമ്മൾ എന്തായാലും അങ്ങനെ വിളിച്ചാണ് ആൻസി ഇരുത്തിയത്. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡും പിന്നെ പ്രത്യേകിച്ച് പേയ്മെന്റ് കൊടുക്കാതെ വരാൻ പറ്റുന്ന ലിസ്റ്റ് എടുക്കുമ്പോൾ ആൻസിയാണ് ഒന്നാമത്. ആൻസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ടോപ്പിക്ക് നമ്മൾ ആൻസിയുമായി ബന്ധപ്പെട്ട സെലക്ട് ചെയ്തിരിക്കുന്നത്. അതല്ല, നമ്മൾ സിനിമാ മോഹമായി നടക്കുന്ന ആളുകളെ പറ്റിയാണ് ഇന്ന്. സിനിമാ മോഹികൾ, മൂവി ആസ്പിറൻസ്. എല്ലാരും സിനിമാ മോഹികളല്ലേ? എല്ലാവരുടെ ഉള്ളിലും എന്തേലും രീതിയിൽ ഇപ്പം അനീസിക്കയ്ക്ക് ഈവൻ ചെറുപ്പത്തിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊന്നും സിനിമ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. അത് ഫെയിം കിട്ടുന്നുള്ള സാധനത്തിലില്ല. എല്ലാം ഈസി ആയിട്ട് വേറൊരു പരിപാടിക്ക് അതില്ലല്ലോ. ഡോക്ടർ ആവണമെങ്കിൽ സിവിൽ സർവീസ് ആണെങ്കിൽ എന്തോരം പണിയെടുക്കണം, ഇതെളുപ്പം കിട്ടും എന്നാണ് ആൾക്കാരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ആൻസി കണ്ടിട്ടുള്ള ഭയങ്കര ഒരുപാട് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആൻസി. ഞാനൊരു 9-10 ഭയങ്കര ഒരുപാട് ആൾക്കാർ വന്ന് തിക്കി തിരക്കുന്ന ഓഡീഷൻസ് എല്ലാം കണ്ടിട്ടുണ്ട്. കാളിയന്റെ ഓഡീഷൻ, എന്റെ ദൈവം, ഇറങ്ങിയിട്ട് പോലില്ല കാളിയുടെ ഓഡീഷൻ. അതായത് ഇത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഒരു ദിവസം 4000+ ആൾക്കാർ, അങ്ങനെ 3-4 ദിവസം ഉണ്ടായിരുന്നു. ബിസിനസ് പോലെ എനിക്ക് അപ്പോൾ ഫീൽ ചെയ്തു. കാരണം രാവിലെ ഫുഡ് സ്റ്റോൾ ആയിരുന്നു, സെറ്റ് ആയിരുന്നില്ല. കാരണം നമ്മൾ കിലോമീറ്റർ കണക്ക് ക്യൂ ഉണ്ട്. 3 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ ജയജയുടെ ഓഡിഷൻ നടക്കുന്ന ഇല്ല, ഒന്ന് ആറ്റുകാല് പൊങ്കാലിടാൻ വേണ്ടി രാവിലെ വരത്തില്ല, ചൂട്ടുമറിയായിട്ട്. അങ്ങനെയായിരുന്നു. രാവിലെ 4 മണിക്കൊക്കെ ആൾക്കാർ വന്ന് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കും. പിന്നെ 10 മണിക്ക് വരുന്ന ആൾക്കാർ 2 കിലോമീറ്റർ അപ്പുറം. അത്രയും ക്യൂ ഉണ്ടായിരുന്നു. അതുപോലെ സിനിമ അത്രയും ക്യൂ ഉണ്ടാവുമോ? വർക്കൊക്കെ എന്തായിരുന്നു അറിയത്തില്ല. പക്ഷെ അപ്പം അത്രയും ആൾക്കാർ വരുമ്പോ പറയാറുണ്ടോ? വിളിക്കാൻ സമയം കിട്ടാറില്ല. അങ്ങനെ അപ്പം അത്ര ആൾക്കാർ വരുമ്പോൾ ഇവർക്ക് പെർഫോം ചെയ്യാനുള്ള ടൈം ഉണ്ടല്ലോ. പക്ഷെ അതില്ലായിരുന്നു. വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ സൗണ്ട് അപകോ എന്ന് പറഞ്ഞായിരുന്നു കേട്ടത്. അത്ര ആൾക്കാരുണ്ട്. ആധാറിൽ ഫോട്ടോ അപ്ഡേറ്റ് ആണ് പരിപാടി. അത് വാവച്ചക്കാണ് സൗണ്ട് എടുത്ത് പോക്കോന്നു. എല്ലാവരുടെ എടുക്കണമല്ലോ. എടുത്തോ? ഓക്കെ. അപ്പൊ ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ആൻസി ഒരു വിളിക്കായിരിക്കും. ആൻസി ഒരു കരിയർ വെച്ചിട്ട് എനിക്ക് ഏറ്റവും എളുപ്പം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടെ ശ്രദ്ധിച്ചിട്ടല്ലേ ആൾക്കാർ കൂടുതൽ. ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെല്ലാം വരുന്നതും ഇൻസ്റ്റാഗ്രാം
എൻട്രി കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര്. ഇൻസ്റ്റാഗ്രാം എനിക്ക് തോന്നുന്നു ഓഡിഷന് പോകുന്നതിനെക്കാട്ടി നല്ലത് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളവരെ എടുത്താലും അവരെ ഓഡിഷൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അവർക്കും ക്യാരക്ടർ ഓഡിഷൻ വെക്കും. അതായത് ഇപ്പം സിനിമയെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റും. ഇതിനെപ്പറ്റി ഒരു ചിന്തയില്ലാത്ത ആൾക്കാരെയൊക്കെ വിളിക്കും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ പേഴ്സണൽ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ആൻസിക്ക് ഇഷ്ടമല്ലാത്ത ആരാണുള്ളത്? 2-3 കഴിഞ്ഞിട്ട് പറയാം. അപ്പം നമുക്കൊക്കെ ഇത് സിനിമ എങ്ങനെയില്ല. അപ്പം നമ്മുടെ അടുത്ത് വരത്തില്ല. അപ്പം ഞാൻ ചോദിക്കും നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമൊന്നുമില്ല, അവരിങ്ങനെ വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഞാനത് എനിക്ക് തോന്നുന്നു ആൻസി ചെയ്യേണ്ടത് ശരിക്കും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ കണ്ടിട്ട് ആൻസി ഓട്ടോമാറ്റിക്കലി ആൾക്കാർ വിളിച്ചോളും. ആൻസി റീസെന്റ് ഇറങ്ങിയ റീൽ കണ്ടായിരുന്നു, അടിപൊളിയാണ്. ആൻസിയുടെ കണ്ടന്റ് ആൻസിയുടെ ചില കണ്ടന്റ് മില്യന് കുറെ കണ്ടന്റ് മില്യനൊക്കെ വീഡിയോസ് ഒക്കെ മില്ലിലുണ്ട്. മില്ലിൽ അടിക്കുന്നത് ഫോളോ ചെയ്യുന്നില്ല. അല്ല അതാ ഒരിക്കലും ഒന്നായിട്ടിട്ട് ആൾക്കാർ ഫോളോ ചെയ്യും. സ്ഥിരം ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഫോളോവേഴ്സ് വരും. എനിക്ക് ഞാൻ ഈ ആണ്ടിലും അതിലൊക്കെ ഇറക്കത്തുള്ളൂ. മറ്റേ സ്നേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓഡിയോ വെച്ചിട്ട് ശരിയാവുന്നിട്ട് പിന്നെ വാട്സപ്പ് അങ്ങനത്തെ അത് കുറച്ച് സെലിബ്രിറ്റീസ് റീക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കിട്ടിയതായിരുന്നു. എനിക്ക് ആൻസി കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റ് ഇടാൻ ഫോക്കസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ വലിയ ബിഗ് മൂവീസിനകത്തൊക്കെ നല്ല മീറ്റി റോൾസ് കിട്ടിയ പയ്യന്മാരുണ്ടല്ലോ, അവരെല്ലാം അത്യാവശ്യം വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്നതാ. ഓഡീഷൻ അവർ പെർഫോം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ ക്യാമറയുടെ മുന്നിൽ നന്നായി പെർഫോം ചെയ്യണം. ഓട്ടോമാറ്റിക്കലി നല്ല റോൾസ് അതിലേക്ക് വരും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഓഡീഷന് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കിട്ടത്തില്ലെന്ന്. എൻ്റെ ഒരു കുറേ നാൾ മുമ്പുള്ള ധാരണ എങ്ങനെയാണ്, അതായത് ഓഡീഷൻ ചുമ്മാ നടത്തുന്നതാണ്. പ്രൊമോയ്ക്ക് വേണ്ടി അനൗൺസ് ചെയ്യും, പുതിയ ആൾക്കാരെ വിളിക്കുന്നു. പക്ഷെ അങ്ങനെ വലിയതായിട്ട് ആൾക്കാർ വന്ന് കയറുന്നതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ചെറിയ കഥാപാത്രങ്ങൾ. എനിക്ക് പിന്നെ മനസ്സിലായത് ഇവർ ഓഡീഷൻ വിളിക്കുന്നത് ഈ ചെറിയ റോൾ, ചെറുത് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനത്തെ പരിപാടിക്ക് ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിക്കാതെ എന്നാൽ വേറൊരാളെ വിളിക്കുന്ന മോഡിലാണ് ശരിക്കും വിളിക്കുക. അല്ലാതെ നായകനായിട്ടൊന്നും ഒരിക്കലും അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ട് നായകനായിട്ട് ഓഡീഷൻ വിളിച്ചിട്ട്? തട്ടത്തിന് മറയത്ത് അങ്ങനെയാണെന്ന്, പക്ഷേ തട്ടത്തിന് മറയത്തല്ല, മലർവാടി അങ്ങനെയാണെന്ന് ഞാനൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് അത്ര വിശ്വാസം അല്ല, അത് ശരിക്കും അവരുടെ ഫ്രണ്ട് സർക്കിൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പക്ഷെ എല്ലാവരും അപ്ലൈ ചെയ്ത് വന്നു, സെലക്ട് ചെയ്തു, പിന്നെ കുറെ ട്രെയിനിങ് എന്തൊക്കെ പരിപാടി. പക്ഷെ എനിക്ക് ഓഡീഷനിൽ വന്നതാണ് പറയപ്പെടുന്നത്, ഇവൻ ഓഡീഷനിൽ വന്നതാണ് പറയപ്പെടുന്നത്. അല്ല, അത് അങ്ങനെ തന്നെ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിട്ട് ചെയ്യുന്ന സിനിമകളിൽ അവർ ഓഡിഷനിൽ കൂടെ വിളിക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ളവരെ തന്നെയാണ്. കാരണം രണ്ടാണ് ഗുണം, ഫോളോവേഴ്സും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്, അതിൻ്റെ അകത്ത് മിനിമം ഗ്യാരണ്ടിയും ഉണ്ട്. മഹാദേവനെ എന്നാണ് സിനിമയിലേക്ക് ഇതുവരെ വിളിക്കുന്നത്? മഹാദേവന്റെ വിചാരം ഞാൻ വിളിച്ചാലും എടുക്കത്തില്ലല്ലോ, കുഴപ്പമില്ല. മഹാദേവൻ ആസിഫലിയുടെ അനിയനാണ്. ആരെയും വലിയ ജിത്തു ജോസഫെ വിളിച്ചാലും എടുക്കത്തില്ല, ചത്താലും എടുക്കത്തില്ല. വീട്ടിൽ വന്ന് വിളിച്ചോട്ട് പോയാലേ മഹാദേവൻ സിനിമ കാണാൻ ഫോൺ വിളിച്ച് കയറും, സ്വപ്നത്തെ പോലെ വിചാരിക്കണ്ട. പക്ഷെ കൊച്ചിയിൽ കുറെ പേരുണ്ട് സിനിമാ മൂവികൾ കൊച്ചിയിലോട്ട് വന്ന്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അതായത് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ വീട്ടിൽ കാശുണ്ട്, അതുകൊണ്ട് അവർക്ക് പണിക്ക് പോകാനും താല്പര്യമില്ല. അപ്പോൾ അവർക്കാണെങ്കിൽ സിനിമാ മോഹിയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ്. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ആസ്പയറിങ് ആക്ടറാണ് അല്ലെങ്കിൽ ആസ്പയറിങ് സ്ക്രീൻ റൈറ്റർ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് വെച്ചാൽ പ്രത്യേകിച്ച് പണിയെടുക്കണ്ട. കാരണം ഇതിലെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റൂലല്ലോ, അതായത് എത്രത്തോളം എഴുതി, അല്ലെങ്കിൽ പറയാമല്ലോ ഇന്ന് എനിക്ക് എഴുതാൻ തോന്നിയില്ല അല്ലെങ്കിൽ ഇന്ന്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാരും ഉദ്ദേശിച്ച് പറഞ്ഞതുപോലെ ആദ്യം ഒരാളെ തോന്നി, അയാൾ ഉദ്ദേശിച്ചത് മുമ്പുള്ള എപ്പിസോഡ് ഇല്ല. അങ്ങനെ കൊച്ചിയിലുണ്ടല്ലേ, അത്ര സീരിയസ് അല്ല അവരെന്നാലും. എന്തേലും ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് ചോദിക്കുമ്പം പറയാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധനം സിനിമയിലാണ്, സിനിമക്കാരനാണ്, സിനിമയെ കയറാൻ വേണ്ടി നിൽക്കുകയാണെന്ന് പറയണതാണ്. ശരിക്കും ഇത് താല്പര്യപ്പെട്ട് നടക്കുന്നതിൽ എല്ലാവരും ടാലന്റഡ് ആവണമെന്നില്ല. ഇതിൽ മിക്കവർക്കും വർക്ക് ചെയ്യാനുള്ള മടിയുണ്ട്. ആൾക്കാർക്ക് ഇത് എളുപ്പമായിട്ട് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു എളുപ്പമായിട്ട് കിട്ടുന്ന ഫെയിം ആണെങ്കിൽ മതി, പണിയെടുത്താണെങ്കിൽ എന്റെ വട്ടി പണിയെടുക്കും. അല്ല, ചില ആൾക്കാർക്ക് ടാലന്റിന് അപ്പുറം ഒരു ആഗ്രഹമാണ് കേറണം, ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല, പക്ഷെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പറഞ്ഞ തീരെ ചെറുതായിരുന്നപ്പോൾ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട്. അത് ഈ പറഞ്ഞ ഫെയിം പരിപാടി സ്റ്റാർട്ട് ആ സാധനം കിട്ടാനാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി റിയാലിറ്റി എന്താണെന്ന്. നമ്മളെ കൊണ്ട് ഇത് പറ്റുന്ന പരിപാടിയല്ല. പിന്നെ വെറുതെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. അത് എനിക്കറിയാം, ഞാൻ 100 ഓഡീഷൻ എത്തുന്നതിന് ചിലപ്പോൾ കിട്ടൂലായിരിക്കും. പിന്നെ ഞാൻ ഈ 100 എടുത്ത് നാണം കിടന്ന് എന്തിനാന്ന് ഓർത്താണ് ചെയ്യാത്തത്. അതേസമയം പിന്നെ എനിക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ച് സാധനമൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ. ഞാൻ എപ്പോഴും ഇതൊന്നും കോൺഷ്യസ് ആയിട്ടല്ലെങ്കിലും ചുമ്മാ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അറിയാത്ത സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അപ്പം അങ്ങനെ ഞാൻ ചുമ്മാ ചില സീനൊക്കെ ചുമ്മാ ഇങ്ങനെ അഭിനയിച്ചൊക്കെ നോക്കും. അല്ലെ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഞാൻ അപ്പം തന്നെ ആ എക്സ്പ്രഷൻ വരുമോ എന്നുള്ള സാധനമൊക്കെ നോക്കാറുണ്ട്. എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സായത് വെറുതെ.
അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിപ്പോൾ ഒരു ആരും അറിയാത്തൊരു സെറ്റിൽ ചെന്ന് ഒരിടത്ത് നിൽക്കുകയാണ്. അതായത് എനിക്ക് എന്നെ അറിയാവുന്ന എനിക്ക് നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് എൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് പുറത്ത് ഭയങ്കര നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര പാടല്ലേ, എനിക്കത് പാടാം. പക്ഷെ അപ്പം ഞാൻ അവിടുത്തെ ആരും അറിയാത്തൊരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വല്ല റിസ്ക് അല്ലേ എന്ന് ഓർത്തിട്ട് മറ്റേ ഷോർട്ട് ഫിലിം ഞാൻ അവരോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, കൊള്ളത്തില്ലായിരുന്നോ ഞാൻ കേട്ടത്. നീ ആദ്യം അങ്ങനല്ലേ പറഞ്ഞത്? എനിക്ക് എന്താ അഭിപ്രായം പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ഇതിനകത്ത് എനിക്ക് അഭിനയിക്കാൻ 100% അറിയത്തില്ല, അവരിങ്ങോട്ട് വിളിച്ചതാ. അത് മഹാദാന മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ മാക്സിമം ഒന്നുമല്ല. ഇത് ആൾക്കാർ തീരുമാനിക്കട്ടെ. ഇവരിരിക്കുന്ന രണ്ടുപേരും ഓരോ ഷോർട്ട് ഫിലിം റീസെന്റ് റിലീസ് ആയിരുന്നു. മഹാദേവന്റെ കുട്ടന്റെ 3-ാം ചലന നിയമവും ആൻസിയുടെ മാത്തനും കഴിഞ്ഞു. ഞാൻ ആ പ്രോസസ്സിൽ മാത്തൻ 100K കഴിഞ്ഞു. നിന്റെ എത്ര 25K ആയതേ ഉള്ളൂ. മാത്തൻ 100 ഞാൻ പേര് പോലും ഏതോ ചാത്തനാണെന്ന് തോന്നുന്നല്ലേ. ആൾക്കാർ കണ്ടിട്ട് വരട്ടെ ആൻസി ആണോ മഹാദേവനാണോ നന്നായി പെർഫോം ചെയ്തതെന്ന്. കടവായിരിക്കും. അല്ല ഞാൻ പറഞ്ഞ എനിക്കിത് 3 ദിവസം ഷൂട്ടുണ്ടായിരുന്നു ഷോർട്ട് ഫിലിമിന്റെ. 3-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു സ്ഥലം ആദ്യത്തെ കുറേ സാധനത്തിന്റെ ചമ്മലുകൾ ഇൻഹിബിഷൻസ് ഒന്നുമില്ല. നമ്മൾ പതുക്കെ എല്ലായിട്ടും ഓക്കെ ആയി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ഒരു ടേക്ക് വിളിച്ച് അതിനകത്ത് അഭിനയിക്കുന്ന കുറേ പേരുണ്ടല്ലോ, അവർക്കാർക്കും ഇല്ലാത്ത ചമ്മലെന്തിനാ നമുക്ക് ആ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ 3-ാമത്തെ ദിവസം ഞാൻ സെറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി അടുത്തതെന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് തീർന്നു. അപ്പോൾ എനിക്ക് പറ്റിയ പണ്ട് മറ്റേ ഫഹദ് ഫാസിലൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുമ്പം ആദ്യം എടുത്ത സാധനങ്ങളൊക്കെ വീണ്ടും റീഷൂട്ട് ചെയ്യും. നമുക്കത് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം നീ ഉണ്ടായിരുന്നില്ലേ, നമ്മളെ ഒന്നിച്ചൊരു ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമിന് വേണ്ടി. ഞാൻ ഇതുവരെ ഓഡീഷൻ ഒന്നും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ജോൺ ജോയ്ക്ക് ഒരു ഓഡീഷന് വിളി വന്നു ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ. നമ്മുടെ വിനിച്ചേട്ടനാണ് അതിന്റെ ക്രൂവിലുള്ളത് മെയിൻ. അപ്പൊ അതിനകത്ത് ജോണിനെ വിളിച്ച്, ജോൺ ഒരു ഓഡീഷൻ പോലെ ഉണ്ട്, നീ അതന്നെ ആയിരിക്കും ചെയ്യുന്നത്, നീ വന്നാൽ മതി, പക്ഷെ ഒരു ഓഡീഷൻ പോലെ ഉണ്ട്, എന്തായാലും അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അത് കുറേ ക്യാരക്ടേഴ്സ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ പോയ വഴിക്ക് കാറിനകത്ത് ഞാനും ദീപക് മഹാദേവനും ഞങ്ങളെല്ലാവരും കയറി. അവിടെ ചെന്നിട്ട് വിൻചേട്ടനോ ഞങ്ങൾ 4 പേരും വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾ സൈഡ് റോൾ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. നമ്മുടെ ഞാൻ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് ഓഡീഷൻ അതാ. അപ്പോൾ ഞങ്ങളെല്ലാവരും വേഗം ചെയ്ത് മാറി, എങ്ങനെയും നിർത്തിച്ച് പോകാൻ. മഹാദേവ് വേറെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മഹാദേവ് ഇങ്ങനെ ആലോചിച്ചിട്ട് അല്ലെങ്കിലേ ഞാൻ ഒന്നുകൂടെ ചെയ്യാം, മഹാദേവ് ചെയ്ത് നന്നാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്തായാലും ഞങ്ങളെ വിളിച്ചില്ല, ജോണിനെ മാത്രമേ വിളിച്ചുള്ളൂ. പക്ഷെ വെബ് സീരീസ് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. ജോൺ ജോയിന്റെ എല്ലാ വെബ് സീരീസും പോലെ ഒരു വെബ് സീരീസ് പുറത്തിറങ്ങിയിട്ടില്ല. പകുതി വഴിയിൽ എത്ര പ്രൊജക്റ്റാ ജോണിന്റെ ഓൾട്ടേ കിടക്കുന്നത്? വിനിച്ചേട്ടന്റെ ഒന്നുണ്ടല്ലേ? വിനിച്ചേട്ടന്റെ ഒന്നുണ്ട്, നൗഫലിക്കാട് 2 ഉണ്ട്. കൊല ശരിക്കും 10 സീരീസ് പോലെ ഷോർട്ട് ഫിലിം സീരീസ് പോലെ പ്ലാൻ ചെയ്ത. അതിൽ ജോൺ അഭിനയിച്ചതായപ്പോഴത്തേക്ക് നിന്ന് പോയത് പ്രോഗ്രാം. ജോൺ അഭിനയിച്ച 2 മൂന്നാമത്തെ ഞാനായിരുന്നു അവിടെ നിന്ന് പോയത് ശരിക്കും. അന്ന് പുള്ളി 10 പ്ലാൻ ചെയ്താ. എന്നെ 2 ആഡിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓഡിഷന്. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മറ്റേ ഫോൺ പേന്റെ ഒരു ആഡാണ്, അത് വേൾഡ് കപ്പിനൊക്കെ കിടന്ന് ഓടായിരുന്നു. അതിനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അയച്ചു കൊടുത്ത ഒരു വേണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ വീട്ടിലിരുന്ന് ഞാൻ മേടിച്ചതുകൊണ്ട് പ്രോസസ്സിന്റെ ഭാഗമാണ്. അവര് കുറെ ഓഡീഷൻ ക്ലിപ്പ് വാങ്ങിക്കണം. അല്ല ഫോൺ പേയിൽ ഇരിക്കുന്ന വീഡിയോ ഇതെന്ത് പേ. അങ്ങനെ ഫോൺ പേയിൽ ഒരു ആഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് എപ്പോഴും ഓഡിഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ദൂരെ നിന്നൊക്കെ വെച്ചിട്ടാണ് എടുത്തത്. അത് കണ്ടിട്ടാണ് ആ കാസ്റ്റിംഗ് ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയല്ല ഓഡിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ക്ലോസ് ഷോട്ടൊക്കെ വെച്ച് എന്തായാലും കുഴപ്പമില്ല, ഇനി അയക്കണ്ട. വേറെ വല്ലവരും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വൈഡ് ഒന്നും എടുത്ത് കൊടുക്കരുത്, ക്ലോസിൽ കൊടുക്കണം. ഈ അയച്ചു കൊടുത്ത് വീഡിയോ എല്ലാം സെലക്ട് ആയ ആളെന്ന നിലയ്ക്ക് ആൻസി ഇതിൽ ടിപ്പ് പറ. മൂവി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒരു ഓഡീഷന് വേണ്ടി വീഡിയോ അയക്കാൻ പറഞ്ഞ ആ വീഡിയോ അല്ല, ചിരിക്കാതെ സീരിയസ് ആയിട്ട് പറഞ്ഞു ഒതന്റിക് ആയിട്ട് നമുക്ക് റീല് കട്ട് ചെയ്ത് ഓടിക്കാൻ. ആ ഓഡീഷൻ വിളിച്ച ഒരു സിറ്റുവേഷൻ തരുമായിരിക്കും. ഇതല്ലാതെ നിങ്ങളുടെ 1 മിനിറ്റിൽ കവിയാത്ത എഡിറ്റ് ചെയ്യാത്ത വീഡിയോ അയക്കാം, അങ്ങനെ പറഞ്ഞ് കുറെ വീഡിയോ ഒരു സ്ക്രീനിങ് പ്രോസസ്സിന് വേണ്ടി. ഞാൻ പറഞ്ഞപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ അവർ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കരയുന്ന പരിപാടിയാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് എടുക്കും. കരയാനാണ് ഏറ്റവും പാട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് സിനിമ മോഹം കൊണ്ട് അവർ റീല് ഫുള്ള് കരയുന്നതായിരിക്കും. എന്നിട്ട് മേരെ പ്യാരി പ്യാരിയോ ആക്കി അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ട്. കരയുന്ന സാധനം ഇടുവാണെങ്കിൽ ഇവര്
മോഹൻലാലിനെ വെല്ലുന്ന നടനാണ് അല്ലെങ്കിൽ നടിമാരാണെന്ന പരിപാടി. പക്ഷേ ഇപ്പം ഈ ഒരു സിനിമ എടുക്കുന്ന ഇപ്പം ഞാൻ വലിയ ആളല്ല, എന്നാലും എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് പറയാൻ, അതായത് കരയാൻ എല്ലാവർക്കും പറ്റും. എല്ലാം, അതായത് അഭിനയം എന്ന് പറയുന്ന സാധനം അറിയാത്തവർക്ക് ഒന്ന് കരയാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റും. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ കരയാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കരയാൻ പറ്റും. എന്നുവെച്ചാൽ കരയാൻ പറയല്ലേ, പെട്ടെന്ന് കരയാൻ പറ്റും എനിക്ക്. അല്ല, എനിക്ക് പെട്ടെന്ന് കരയാൻ പറ്റും. സോ കരയാൻ ഭയങ്കര എളുപ്പമാണ്. ഏറ്റവും പാടുള്ള പരിപാടി കോമഡി ചെയ്യാനാണ്. അപ്പം ഞാനിപ്പോൾ ഓഡിഷൻ ഇപ്പം അയക്കുമ്പോൾ ഞാൻ മാക്സിമം കോമഡി എന്തെങ്കിലും ചെയ്യാനേ നോക്കത്തുള്ളൂ. കോമഡി ചെയ്യാനോ മാക്സിമം നമ്മളെ പറ്റുന്ന നമുക്ക് കോമഡി ചെയ്യാൻ നോക്കും. കാരണം ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിയിൽ വിഷമം കാണിക്കുന്നുണ്ട് കൊച്ചിനെ മറ്റേ സീൻ എടുത്തേക്കാം. അത് ആക്സിഡന്റ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതല്ല ഞാൻ ചെയ്യട്ടെ, നിങ്ങൾ ഏതെങ്കിലും സിനിമ സീൻ കോമഡി എടുത്ത് റീക്രിയേറ്റ് ചെയ്താൽ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഒരു മിനിറ്റ് പെർഫോമൻസ് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പെർഫോമൻസ്, എന്തെങ്കിലും ഒരു കോണ്ടന്റ്. അതായത് ഇപ്പൊ ഞാനിപ്പോ നടന്നു വരുന്നു, അപ്പോൾ ഏതൊരു ചെറുക്ക് ലെറ്റർ വരുന്നു, അപ്പൊ അത് വീട്ടിൽ പോകും, അപ്പൊ അത് കോമഡി ആയിട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത് അടി പറഞ്ഞാൽ ഇത് മനസ്സിലാവും. അല്ല, ഇപ്പം അച്ഛൻ ഡയലോഗ് എന്തോന്നാ, അച്ഛൻ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയലെന്ന് നമ്മൾ തന്നെ പറയും. അങ്ങനത്തെ കുറച്ച് പരിപാടി ഇല്ല, അങ്ങനെ എടുത്തു വയ്ക്കും. അങ്ങനെയാണ് ടിപ്പാണ് അല്ലേ. ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞാലോ? ഫോട്ടോസ് ബാക്കിയെല്ലാം വീഡിയോ മനസ്സിലാവും. അത് വേണോ വേണ്ടത് മനസ്സിലാവത്തില്ല. എന്തോ കാണിക്കുന്നുണ്ട്, എന്തോ കാര്യമായിട്ട് എന്തോ ഉണ്ട്. പക്ഷേ അങ്ങനെ പിന്നെ ഓഡിഷന് വിളിക്കും. ഓഡിഷന് വരുമ്പോൾ അവര് സിറ്റുവേഷൻ പറയും, അപ്പൊ അത് ചെയ്യും. അങ്ങനെ ഒരു പരിപാടി. ഈ സിനിമയിൽ എത്തി അത് കഴിഞ്ഞ എക്സ്പീരിയൻസ് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എത്തുന്നതിന് മുന്നേ നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ അഡ്വാൻസ്ഡ് ആണ്, നമ്മൾ ഒരു പടി മുമ്പിലാണ്. പൃഥ്വിരാജിന്റെ ആൾക്കാർ നമ്മൾ അസ്പയറിംഗ് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങൾ അല്ല അവള് പറയുന്നത്. അവളുടെ എക്സ്പീരിയൻസ്, നിന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. അതും നിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിൽ 1 ലക്ഷം ആൾക്കാർക്കെങ്കിലും അതിൽ 1-6 ലക്ഷം പേരുടെ മനസ്സിൽ കാണും സിനിമയിൽ അഭിനയിക്കണം. ഒരു 10-10,000 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടാവും. ഫോട്ടോ അയക്കുക, വീഡിയോ അയക്കുക, പോയി നിൽക്കുക എന്നുള്ളത്. 1,000 പേരൊക്കെ ചാൻസ് കിട്ടി അവിടെ തല കാണിക്കുന്നുണ്ടാവും അല്ലേ. ചില സിനിമകളൊക്കെ ഇങ്ങനെ പാസിങ് ഷോട്ട് ഇതൊക്കെ പോയി ശല്യം കൊണ്ട് ഡയറക്ടറുടെ പുറകെ ആണെന്നൊക്കെ വിളിക്കുമ്പോൾ അവർ പറയും വാന്ന് വിളിച്ചിട്ട് ചെറിയ സീനൊക്കെ കൊടുത്തു വിടും. 10 താഴെ പേര് രക്ഷപ്പെട്ടു പോകും. സോ 10 താഴെ ആൻസർ ചെയ്തോന്നാണ് എൻ്റെ പ്രതീക്ഷ. രക്ഷപ്പെട്ടു. അതായത് നമുക്ക് സ്ഥിരം കാര്യപ്പെട്ട റോളുകൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് പിന്നെയും കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാർ അങ്ങനെ കാണത്തുള്ളൂ. സാധാരണക്കാർ ഇനിയും കാണേണ്ടി വരുമോ? അല്ലെ, മമ്മൂട്ടിയുടെ വെളിയിൽ നിന്ന് വരുന്ന ഔട്ട്സൈഡർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന നല്ല പാടുള്ള കാര്യം തന്നെ. ഇപ്പൊ ജോജി ചേട്ടനൊക്കെ തന്നെ എത്ര വർഷമായിട്ട് പുറകിൽ ചെറിയ ചെറിയ റോളിൽ നിന്നിട്ടാണ് നമ്മളിപ്പോ കാണുന്ന ലെവലിലേക്ക് എത്തി. അപ്പൊ ഇൻഡസ്ട്രിക്ക് അകത്തേക്ക് ഒരാൾ കയറിപ്പറ്റി രക്ഷപ്പെടും. ഇല്ല, നമ്മള് സാധാരണ ഈ ജോജു ജോർജ് ഇതേപോലെ പോയിട്ടുള്ള കഥ മാത്രമേ കേൾക്കുള്ളൂ. നമ്മള് ബാക്കി മൂഞ്ചിപ്പോയ ബാക്കി 19,000 പേര് അല്ലെ എല്ലാവരും പറയണ ജോജു ജോർജ് ബാക്കി അതല്ല, ഞാനും ബാക്കി ചെയ്യട്ടെ. പക്ഷെ ജോജു ജോർജിന്റെ മറ്റേ ഏതോ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞല്ലോ, അതായത് ഈ നവാസുദ്ദീൻ സിദ്ദിഖി പഠിച്ച ആക്ടിങ് പഠിച്ചു വന്ന കോളേജില് ആ ബാച്ചിൽ 20 പേരുണ്ട്. ബാക്കി 19 പേരെ ആരാണെന്ന് ആർക്കും പറഞ്ഞില്ല അല്ലേ. ഒരു നവാസുദ്ദീൻ സിദ്ദിഖി ഉണ്ടായി. അപ്പൊ ആൾക്കാർ ഇരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടിങ് പഠിക്കാൻ പോയാ ഞാൻ ആക്ടർ ആവും എന്നുള്ളതാണ്. പക്ഷെ ഇത് ശരിക്കും ഇതില് ടൈമും ഒരു വിഷയമാണ്. പഠിക്കാൻ പോയ ആക്ടർ ആവും, പക്ഷെ സിനിമ ഞാനൊരു ആക്ടിങ് വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് കരയാൻ ഭയങ്കര എളുപ്പമാണ്. കോമഡി, കാരണം കോമഡി എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന പോലെ തന്നെ, അതായത് നമ്മൾ പ്രിപ്പയർഡ് ഒരു സാധനം ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നണം. നമ്മൾ പഠിച്ചു പറയുകയാണ്, അങ്ങനെ തോന്നിയ ആൾക്കാർക്ക് ചിരി വരുമല്ലോ. ആൾക്കാർ പിന്നെ പ്രഷറോ ഇവെന്തോ പഠിച്ചു വന്ന് ഞാനും ചിരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ കോമഡി എന്ന് പറഞ്ഞാൽ അതേപോലെയാണ്, ഭയങ്കര പ്രിപ്പയർഡും ആണ്, ഭയങ്കര കറക്റ്റ് സിങ്കും വേണം, എന്നാൽ ഭയങ്കര സ്പോണ്ടേനിയസും ആയിരിക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡയറക്ടർ അവരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിപാടിയൊക്കെ ആയിരിക്കും കോമഡിയിൽ. കരയാൻ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ പറഞ്ഞിട്ട് കരഞ്ഞാൽ മതി, അത് ഭയങ്കര എളുപ്പമാണ്. അതെ, ഇപ്പൊ കോമഡി ചെയ്യാൻ പറ്റാത്ത കുറെ പ്രമുഖ നടന്മാരുണ്ടല്ലോ, അവര് കരച്ചില് ചെയ്യാറുണ്ടല്ലോ. ഇപ്പൊ ചെയ്യുന്നുണ്ട്. പറയാൻ പറ്റില്ല, ഒരു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഈ ഫീൽഡിൽ കിട്ടുന്ന സ്റ്റാർസിനാണ്. ഏറ്റവും കൂടുതൽ കാശ് കിട്ടുന്ന ഈ സ്റ്റാർസിനാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡേറ്റ് കിട്ടാൻ പാടും. ഇതേപോലെ ഒരു സിനിമ ഓണാവുന്നത് വേറെ ഡയറക്ടർ സെറ്റായി പ്രൊഡ്യൂസർ സെറ്റായി കഴിഞ്ഞാലും ആക്ടറിന്റെ ഡേറ്റ് കിട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ
അവരാണ് ഏറ്റവും ഡിമാൻഡ്. ആക്ടർ സെറ്റ് വന്ന് ഷൂട്ട് ചെയ്ത് അല്ലേ അത് ഓണാവത്തുള്ളൂ, ഡേറ്റ് മാത്രം പോരാ. ഇതിങ്ങനെ തള്ളുന്ന കേസ്, പിന്നെ വന്നിട്ട് ഇവർ ഉഴപ്പുന്ന കേസൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും സിനിമയിൽ ഭയങ്കര പ്രയർ ഇമ്പോർട്ടൻസ് ഇപ്പം സ്റ്റാർ ആണ്. നമുക്ക് ഈ സ്റ്റാൻഡപ്പ് കോമഡിയിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു സാധനമാണ്, ഒരു 1-0 സാധനമാണ്. ഒന്നെങ്കിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്, നമ്മുടെ ടിക്കറ്റ് ചറപറാന്ന് പോവുകയാണ്, അല്ലെങ്കിൽ അല്ലേ. അതേപോലെ തന്നെയാണ് സിനിമ ഫീൽഡിലും. എനിക്ക് തോന്നുന്നു ഇതിൽ ശരിക്കും ആൾക്കാർ ശരിക്കും ഇതിലോട്ട് കയറുന്നത് മോഹൻലാൽ പോലെ ആവാനും അല്ലേ. ഇതിൽ എക്സ്ട്രീംലി ഫെയിമും എക്സ്ട്രീംലി റിച്ചും ആകുന്നത് വളരെ കുറച്ച് ശതമാനം ആൾക്കാരുള്ളൂ. ചിലർക്കൊക്കെ ഇത് ജോലിയായി മാറും കുറച്ച് കഴിയുമ്പോൾ. അതിപ്പോൾ സീരിയലിൽ കയറുന്നയാളും മോഹൻലാൽ ആവാനല്ലേ വന്നത്, പിന്നെ അത് ജോലിയായത്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ആഗ്രഹം കളയാൻ ഞാൻ ഇപ്പം നമുക്ക് എന്തായാലും ഡയറക്റ്റ് അത്രയും വലിയൊരു പരിപാടി പിടിക്കാനും പറ്റൂല. നമുക്ക് തന്നെ അറിയാം ആൾക്കാർക്ക് അത് ഉദ്ദേശിക്കുന്ന നായകൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണ് പരിപാടി. അപ്പം എല്ലാം പിന്നെ നമ്മൾ അതിൻ്റെ താഴെ പിടിക്കണം. സ്റ്റാൻഡപ്പ് കോമഡി അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കയറി ചെറിയ റോള് ചെയ്ത് കയറി വന്ന് വെച്ച റോള് കിട്ടി ഇത്രയും വർഷം കൊണ്ട് അത്യാവശ്യം പോപ്പുലർ ആയിട്ട് വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്തിനല്ല ഇത്ര എഫേർട്ട് ഇടുന്നത്, അതായത് ഇത്രയും നാള് ചെയ്യാൻ ഈ വഴിക്കകത്ത് അതാണ് ഈ റൂട്ടിലാണ് 19,000 പേര് ഫെയിലായി പോണേ ഇത്രയും എഫേർട്ടിനകത്ത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ സിനിമയുടെ കേസിൽ മാത്രമല്ല, അത് എല്ലാവർക്കും പറ്റത്തില്ല, രക്ഷപ്പെടത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ശരിക്കും എൻട്രൻസ് എക്സാമിന് ഇവിടെ നീറ്റ് എഴുതാൻ വേണ്ടിയും സിവിൽ സർവീസിന് വർക്ക് ചെയ്യുന്നവരിലും 100,000 ആൾക്കാർ വർക്ക് ചെയ്യുന്നിടത്താണ് അവസാനം 250 പേര് കയറിപ്പോകുന്നത്. എല്ലാ ഫീൽഡും അങ്ങനെ തന്നെ. പിന്നെ മറ്റേത് കുറച്ചുകൂടെ സിവിൽ സർവീസിന് വേണ്ടിയാണ് പഠിക്കുന്ന പറയുമ്പോൾ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. സിനിമയ്ക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എടാ പോകരുത്, അത് നഷ്ടപ്പെടിയാന്ന് പറയുന്നത്. അത് പറയുന്നത് എല്ലാം എനിക്ക് തോന്നുന്നു ലൈഫെല്ലാം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. എന്നാലും ആൻസിക്ക് തോന്നുന്നുണ്ട് ഇതിൽ കഴിവെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ചിലർക്ക് ഇത് പറ്റൂല, ചിലർക്ക് ഇത് അല്ലേ കഴിവുണ്ട്, അങ്ങനുണ്ട്. ചിലർക്കൊരു വ്യത്യാസമില്ല. അത് നമ്മൾ ആരാധന കണ്ണിലൂടെ പിന്നെ പറഞ്ഞുതരാം. ചില ആൾക്കാരുണ്ട് കാണുമ്പോൾ മീൻസ് അവർക്കെല്ലാം മോഡലിങ് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ വേറെ ആൾക്കാർ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന അങ്ങനെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ? അതായത് ഇതൊരു 200 ഓഡിഷൻ ചെയ്ത് കഴിഞ്ഞ് 201ാമത്തെ ഓഡിഷനിൽ വേറെ ലെവലാവാൻ പറ്റുമോ? അതാ ഉണ്ടെങ്കിൽ ആക്ടിങ് പഠിച്ചെടുക്കാം. പഠിക്കുന്ന വാസിലൊക്കെ പുള്ളിക്ക് ഭയങ്കര പഠിച്ചെടുത്തവരാണല്ലോ കുറെ പേര്. അപ്പൊ പിന്നെ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, പഠിച്ചെടുക്കാം. ഞാൻ 2021 കൊച്ചിയിലോട്ട് വന്നത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പൊ സ്റ്റാൻഡപ്പ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ തിരിച്ച് ജോലിക്ക് പോയിട്ടുണ്ട്. പക്ഷെ എനിക്കും പറ്റില്ല എന്നാണ് എനിക്ക് സ്റ്റാൻഡപ്പിലും തോന്നിയ ആ ഒരു സാധനം. അതാണ് ആർട്ടെന്ന് ഒരു ഇപ്പം ഞാനൊരു ഇപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ആൾക്കാർക്ക് പഞ്ചസാരയല്ല ശർക്കരയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് ശർക്കര മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കാം. പക്ഷെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന സ്റ്റൈൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പോയി മാറ്റിക്കൊണ്ട് വരാൻ പറ്റില്ല. കാരണം ഞാൻ എന്താണോ എനിക്ക് ഇത്രേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസ് ഉണ്ടാവണം എന്നില്ല അതിൽ. എൻ്റെ കൂട്ടുകാരൻ ഇതുപോലെ മ്യൂസിക് പ്രൊഡ്യൂസറാണ്. പുള്ളിയുടെ ടേസ്റ്റിനനുസരിച്ച് പാട്ടുണ്ടാക്കും. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പുള്ളിയുടെ അറിവും പരിപാടിയും വെച്ച് വേറെ ടൈപ്പ് സാധനം വേണം ചെയ്തെടുക്കാന്ന്. പക്ഷെ പുള്ളിക്ക് ഇഷ്ടമുള്ളത് ഈ ഒരു പർട്ടിക്കുലർ മേഖലയല്ലേ. അതെ, താല്പര്യമില്ലാതെ വേറൊരാളുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ ജോലി. അതെ, അപ്പൊ അവൻ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുക. ഇപ്പോഴും പുള്ളി നല്ല രീതിയിൽ സാധനങ്ങൾ ചെയ്ത് ഇറക്കുന്നുണ്ട്. പക്ഷെ ആരും കാണുന്നു കേൾക്കുന്നു. ഒരു ടിപ്പ് അടിച്ചു വീഡിയോ അയച്ച് 8-10 ഓഡിഷൻ അറ്റൻഡ് ചെയ്തില്ല. അതിൽ ചിലത് വീഡിയോ അയച്ചു കൊടുക്കുന്നത്, ചിലത് ഫോട്ടോ എടുത്ത് കാളിയന്നുള്ള ഫോട്ടോ എടുത്ത് അവിടെ ചെന്നിട്ട് പെർഫോം ചെയ്യാൻ പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അവരൊരു സിറ്റുവേഷൻ തന്നിട്ട് പെർഫോം ചെയ്യാൻ പറയുമ്പോൾ ഇപ്പൊ ഞാൻ 10 ഓഡിഷൻ അറ്റൻഡ് ചെയ്തെങ്കിൽ അതിനകത്ത് ഒരു 6 ഈ കാളികളൊന്നും പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. കാരണം അത്ര ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നടക്കത്തില്ല. സോ ചില ഓഡിഷനിലൊക്കെ ഇപ്പോൾ പെർഫോം ചെയ്യാൻ പറയാം. അവരൊരു ക്യാരക്ടർ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ പറയും. ചിലപ്പോൾ ആ സിറ്റുവേഷനും ഇതുമായിട്ട് ഈ മൂവിയുടെ എന്തെങ്കിലും ചെറിയൊരു കണക്ഷൻ കാണും. അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയും. അപ്പം നമ്മൾ ആ സിറ്റുവേഷൻ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ടിപ്പുണ്ടോ? അങ്ങനെ ചെയ്യരുത്, ഇതല്ല അവർ ഉദ്ദേശിക്കുന്നത്, കോമഡി ചെയ്യുക. അല്ല അവര് പറയുന്ന സിറ്റുവേഷൻ അത് തന്നെ ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞല്ലോ വിളിച്ച് ഇവളെന്ത് കാണിക്കുന്നത് അങ്ങനെ വിചാരിക്കും. സോ അവർ പറയുന്നത് തന്നെ ചെയ്യാൻ നോക്കണം. സിറ്റുവേഷൻ എന്താണോ ക്യാരക്ടർ. അല്ലെങ്കിൽ പിന്നെ മാക്സിമം ചില ആൾക്കാരുണ്ട്, ഇപ്പം ഒരു 12 വയസ്സ് 10 വയസ്സുള്ള പിള്ളേരൊക്കെ ഓഡിഷന് വരും. ഓഡിഷന് വന്നിട്ട് ഇവർ പറയും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഓൺ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ ഇവർ മറ്റേ 40 വയസ്സുള്ള ആൾക്കാരുടെ ക്യാരക്ടറൊക്കെ ചെയ്യും. സോ അത് അങ്ങനെ ഉണ്ട്.
എന്നിട്ട് നിന്നെ ഞാൻ ഇന്ന് വെട്ടിക്കൊല്ലുമടി രാധേ, അവൻ 6 വയസ്സേ കാണത്തുള്ളൂ. സോ അതൊക്കെ മാറ്റിയിട്ട് അവരുടെ പ്രായത്തിന് എന്താണോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിന് അവരുടെ വോയിസിന് എന്താണോ അപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്താ പോരെ. ചെയ്യണം അവിടെ പോയിട്ട്. അല്ല എന്താണോ വരുന്നത് അത് മാക്സിമം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അവരുടെ ടൈം നല്ലതായിരിക്കും. അതായിരിക്കും നമ്മളെ കൊണ്ട് പറ്റാത്ത മറ്റേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പരിപാടി മാത്രമല്ല അവര് ആ പ്രായത്തുള്ളത് റോളിലേക്കായിരിക്കും ഇവർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മുടേതല്ലാത്തൊരു സാധനം നമ്മളോട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ബുദ്ധിപരമായിട്ടുള്ള ചില കളിയും കളിക്കണം. അതായത് ഇപ്പൊ ഓഡിഷനൊക്കെ പോകുമ്പോൾ ബുദ്ധിപരമായിട്ടുള്ള അതായത് ഇപ്പം ഓഡിഷന് പോകുമ്പോൾ നമ്മള് നമ്മുടെ ഓഡിഷൻ കഴിഞ്ഞു ഒരുപാട് ആൾക്കാർ കാണാം. അപ്പം ഇവിടെ ഇരിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവരും ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല, എല്ലാവരും ഓർത്ത് വയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മരുന്നും കൂടെ കൊടുത്തിട്ട് പോകണം, എന്തെങ്കിലും ഒരു സാധനം അവർക്ക് ഓർമ്മ നിൽക്കാൻ. ഇവർ ചെയ്തതിനെക്കാട്ടി ഓർമ്മ നിൽക്കാൻ അല്ല എന്തെങ്കിലും യുണീക്കായിട്ടുള്ള എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും. എന്താണ് ആൻസി എന്താണ് യുണീക്ക് മരുന്ന് എന്തായിരുന്നു? രസികൻ തന്നെയാണ്. അത് നമ്മള് ഇപ്പൊ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇപ്പൊ പറയും സാറ് അഭിനയിക്കും, ഇപ്പൊ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഒരു ഓഡിഷൻ കുഴപ്പമില്ല എന്നാ ശരി നമ്പർ അല്ല അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു ഒരു പടം ഇനി വരുന്നുണ്ട്. അത് അങ്ങനെയായിരുന്നു. ഓഡിഷൻ കഴിഞ്ഞു എൻ്റെ ഫസ്റ്റ് നമുക്ക് അവർക്ക് ഓക്കെ നടന്നു എന്നിട്ട് പറഞ്ഞിട്ട് സോറി മരുന്നിടാൻ ഇല്ല. ഓഡിഷൻ നമ്മൾ ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ തരും. അപ്പോൾ അവർക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ അവർ വേറെ സിറ്റുവേഷൻ തരും. 2-3 ചെയ്യിപ്പിച്ച് നോക്കും. അപ്പോൾ എനിക്ക് 2 സിറ്റുവേഷൻ തന്നു, ഞാൻ 2 ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കോൺടാക്റ്റ് എല്ലാം മീൻസ് ഒരു രണ്ടാമത് സെലക്ട് ആവുകയാണെങ്കിൽ ഒന്നും കൂടെ കോൺടാക്റ്റും എല്ലാം കൊടുക്കും. അപ്പോൾ ഞാൻ കൊടുത്തിട്ട് ശരി സാറെന്ന് പറഞ്ഞ് പോകാൻ നേരത്തെ വന്നിട്ട് പറഞ്ഞ് സാറ് കാസ്റ്റിങ്ങിനൊന്നും വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് സോഡ സർബത്തടിക്കും, നമ്മുടെ വെയിലത്ത് നായകന്മാർ വെയിലത്ത് അങ്ങനെ എന്തെങ്കിലും പണി തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഓർമ്മയിരിക്കും. സോ 2-3 ദിവസം കഴിഞ്ഞപ്പം പുള്ളി ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ആൻസി ഇല്ല ഞാൻ പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇപ്പോഴാണ് അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ ഒരു ഓർമ്മ വന്നു. സോ നമ്മൾ ഇടുന്ന ചെറിയ ചെറിയ പരിപാടികൾ കുറച്ച് അടുത്ത ഓഡിഷന് ഷേക്ക് അടിക്കും സാർ ഞാൻ നന്നായിട്ട്. അങ്ങനെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സാധനം ഇടുന്നവർ ഓർമ്മ നിൽക്കും. പിന്നെ ചില പണ്ടത്തെ ആൾക്കാർ ഓഡിഷൻ ചെയ്യുമ്പോൾ വൈറ്റ് ഷർട്ട് കൊണ്ട് പോകണം. നോക്കാത്ത ഒരു പള്ളി പെരുന്നാളൊക്കെ എല്ലാവരും വൈറ്റ്. അങ്ങനെ ഒരു ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവർക്ക് കിട്ടാൻ വേണ്ടി വൈറ്റ്. മറ്റേ ദിലീപിന്റെ സിനിമ പറഞ്ഞിട്ട് എന്തിനാ കറുപ്പ് ഇട്ടേക്കുന്ന അത് അമ്മാമ്മ മരിച്ചത് ഒരു മാർക്ക് എല്ലാവരും. സോ ചില ഓഡിഷനിലൊക്കെ ചില ആൾക്കാർ കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ശരിക്കും എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഓഡിഷന്. നമ്മളെ ഇഷ്ടപ്പെട്ട് അവര് വിളിക്കും. ആക്ടിങ് എല്ലാവരും കുറെ പേര് ചെയ്യും. അതായത് ആകെ 2 സെക്കൻഡിന്റെ സീനല്ലേ ഇതൊന്ന് ഡോക്ടറിന് പഠിക്കണമല്ലോ ഇരുന്ന് ടെസ്റ്റ് ചെയ്യണമല്ലേ. അങ്ങ് വിളിച്ചിട്ട് ആ പുള്ളിക്കാരന് ഇഷ്ടമാണ്. എനിക്ക് ഇവനുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പൊ എന്തേലും ഒരു സാധനം പറഞ്ഞ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ചില ആൾക്കാർ വന്നിട്ട് ചെയ്യും. ഇതിപ്പം അവരുടെ ആവശ്യമല്ല, ഡയറക്ടറിന്റെ ആവശ്യമാണ്. അവരെടുക്കണം ഇതിൽ കഴിഞ്ഞ് പോട്ടെ അങ്ങനെയൊക്കെ വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചിലപ്പോ അവർക്ക് അവരെ ഇഷ്ടപ്പെടും. ഇവൻ ഇതിന്റെ ആവശ്യം ഇല്ലാന്ന് അറിയുമ്പോഴാണ്. അതാണ് ഇപ്പം ഈ ഇപ്പൊ ഫാസ്റ്റ് ഫാസ്റ്റിന്റെ ഇന്റർവ്യൂലൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റിൽ ഇതിന്റെ ഒന്നും അങ്ങനത്തെ ഒരു ഇമേജ് ആണല്ലോ ഫാസ്റ്റ് ഫാസ്റ്റിൽ. ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാറില്ല, ഞാൻ ഇതിനെപ്പറ്റി എനിക്ക് താല്പര്യമില്ല. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടം കൂടുതലാണ്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. അതായത് ഇപ്പൊ ഡയറക്ടർമാർക്ക് ചില ആൾക്കാർ ഹലോ സാർ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്താണ്, അപ്പോൾ അവർ നന്നായിട്ട് റിപ്ലൈ തരും. ഇങ്ങനെയാണ് അടുത്ത ഇതാണ് ഇപ്പൊ ഈ ദിവസം റിലീസാവും. അപ്പൊ നമ്മൾക്ക് അടുത്ത പ്രോജക്റ്റ് എന്താണ് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സാർ, പിന്നെ റിപ്ലൈ ഇല്ല. അപ്പൊ ഇവർക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരക്കി വരുന്ന ആൾക്കാരുടെ വലിയ താല്പര്യക്കുറവും ഒരു പടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ പക്ഷെ അതിനകത്ത് അവരെ കുറ്റം പറയാനേ പറ്റില്ല. കാരണം അവര് ചിലപ്പോ ഡെയിലി അവർക്ക് പ്രാന്തായി ഞങ്ങൾക്ക് ഒരു പണീൻ്റെ ആൾക്കാർ ചാൻസ് ഉണ്ടോ ഇല്ല. ഒരു ടൈമിൽ ഞങ്ങൾ ചാൻസ് ഒന്നും അങ്ങോട്ട് ഇങ്ങനെ ചാൻസ് ഉണ്ടോ സാറും ചോദിക്കത്തില്ല. ഞാൻ ഓഡിഷൻ സാർ സർബത്തടിക്കട്ടെ. പക്ഷെ ഒരു മാസമായിട്ട് ആ പരിപാടി നിർത്തിയാ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ജോലിയില്ല ശരിക്കും. അപ്പം ഇപ്പം അറിയാന്ന അല്ല നിന്റെ ഏതെങ്കിലും പെർഫോമൻസുകൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് നീ അങ്ങോട്ട് ചോദിച്ചാൽ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചാൻസിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അതായത് പരിചയമുള്ള ഏതെങ്കിലും ലെവലിൽ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻസി ചാൻസ് ചോദിച്ചാൽ എനിക്ക് ജോണിന്റെ കേസിൽ അങ്ങനെ തോന്നുന്നുണ്ട്. ജോണും ആൻസിയൊക്കെ ചാൻസ് ചോദിച്ചാൽ ഇവരുടെ ഫിഗർ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിട്ട് ഏതെങ്കിലും പെർഫോമൻസ് ഇവരുടെ ഒക്കെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. ഇത് പെർഫോമൻസ് അതായത് പണി അറിയാവുന്ന നമ്മൾ എനിക്ക് തോന്നുന്നു ചാൻസ് എവിടെയും പോയി ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതില് മേജർ സംഭവം ആൾക്കാർ നമ്മുടെ പുറകെ വരണം.
അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള ദുൽഖർ സൽമാൻ പ്രണവ് മോഹൻലാൽ. അല്ല, ഇതിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ രണ്ടും ഒരു 50-50. ഇപ്പൊ ആൻസി ചെന്ന് ചാൻസ് ചോദിക്കണ സമയത്ത് ആൻസി ഓൾറെഡി അറിയാം. പിന്നെ അവരുടെ മനസ്സിലൊരു ക്യാരക്ടറിന് അല്ലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരു ക്യാരക്ടർ ജോണിനും ആൻസിക്കുള്ള പ്രത്യേകത എനിക്ക് ഇവർക്ക് ഒരു ക്യാരക്ടർ ആവാനുള്ള സാധ്യത പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലായി. സിനിമ ക്യാരക്ടർ എന്നൊരു സാധനം പെട്ടെന്ന് തോന്നുന്നു. കണ്ടാൽ ആ മുഖത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ കളഞ്ഞേക്കാന്ന് റീസെന്റ് കോൺട്രവേഴ്സിയായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് അത് സിനിമാടിമാരുടെ സാറിന് ചോദിക്കുന്ന ഈ സിനിമയിൽ സ്ത്രീകൾ കുറഞ്ഞു വരുന്നതായിട്ട് ഒരു പരാതി ഉണ്ടല്ലോ എന്നൊരു റീസെന്റ് വലിയ വലിയ ആർട്ടിസ്റ്റുകളോട് ഇതൊക്കെ ചോദിക്കുന്നത് ആൻസർ. അങ്ങനെ തോന്നുന്നുണ്ടോ സ്ത്രീകൾ കുറഞ്ഞു വരുന്നത്, സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞു വരുന്നത്? എനിക്കിത് ഈ സംഭവം കുറെ അടുത്ത് പറയണം എന്നുള്ളൊരു സംഭവമായിരുന്നു മെയിൻ പരിപാടി. അതായത് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പം ഒരു സിനിമ ഉണ്ടോ ഇതിൻ്റെ അകത്ത് സ്ത്രീ കഥാപാത്രം ഇല്ല എന്നൊക്കെ പറയും. ഇപ്പം നമ്മുടെ രോമാഞ്ചം, അതായത് ആവേശം, ഇതിൻ്റെ അതൊക്കെ ആ സിനിമയ്ക്ക് അത് ആവശ്യം ഉണ്ടെങ്കിൽ പോരെ, അല്ലെ? ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം ഒരു സ്ക്രീൻ പ്ലേ എഴുതുന്ന നേരത്ത് അത് അയാളുടെ ഫ്രീഡം ആണ്. എന്ത് എഴുതണം, എങ്ങനെ എഴുതണം, അത് അയാളുടെ ആവശ്യമാണ്. സോ ഇത് പടം കണ്ടിട്ട് അതിൻ്റെ അകത്ത് അങ്ങനെ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇവരൊരു പടം എഴുതണം, ഇവരൊരു പടം എഴുതി ഇവർ ഡയറക്ടർ ചെയ്ത് ഇവർ സ്ത്രീകൾ മൊത്തം ഒരു കുടുംബശ്രീ മൊത്തം ആക്കണം. സീരിയല്ല, സ്ത്രീകൾ ആ പടം കാണാനും പോകണം അല്ലേ? ആ വിഷയമില്ല. ഇവര് വേറെ ഏതെങ്കിലും ഒരാള് ഒരു സാധനം എഴുതി അത് അവരുടെ ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ പരിപാടി ഇങ്ങനെയാണ്, അത് അവരുടെ ഇഷ്ടം. സോ അവരുടെ ഇതിൽ കയറി ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവർക്ക് അതാണ് ചിലപ്പോൾ ഇവര് ചെയ്യണം. ഇപ്പൊ ഞാനൊരു സിനിമ എഴുതണ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവായിരിക്കും. അത് ഞാൻ സ്ത്രീ വിരോധി ആയതുകൊണ്ടല്ല. ശരിക്കും ആക്ച്വലി നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പോണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് സാധനം വേണമല്ലോ. നമ്മളിപ്പോ വെറുതെ ഒരു പേര് എഴുതിയിട്ട് വെറുതെ ഡയലോഗ് എഴുതാൻ പറ്റുമല്ലോ. നമ്മളിങ്ങനെ ആലോചിക്കുക പിന്നെ ഈ ക്യാരക്ടറിനെ കാണിക്കുമ്പോ അപ്പൊ നമുക്ക് ശരിക്കും എഴുതുന്ന ആൾക്ക് നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ക്യാരക്ടർ വെറുതെ ഉണ്ടാക്കി വെച്ചാൽ അത് വെറും ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും. ഈക്വൽ പേ കിട്ടണം എന്ന് പറയുന്നതിനെ പറ്റിയുള്ള ആൻസിയുടെ അഭിപ്രായം എന്താണ്? അത് ഇല്ലല്ല, അത് ഞാൻ പറയാം. ഇപ്പം എനിക്ക് ഇത് പൃഥ്വിരാജ് പോലെയാണ് കേട്ടോ. ഇന്റർവ്യൂ ശരിക്കും പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അഭിനയം കുറച്ചൊന്ന് ക്യാച്ചപ്പ് ചെയ്യണം. പൃഥ്വിരാജ് 20 വർഷം മുമ്പേ കൊടുത്ത ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണിക്കണമല്ലോ. ഇത് കാണിക്കും. ഇല്ല, ഈ മെയിലും ഫീമെയിലും ഈക്വൽ ആയിട്ടുള്ള ഇൻകം പൈസ കിട്ടണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നയൻതാര ഒരു സിനിമയിൽ നിൽക്കുന്നു, പകരം ഇപ്പം മഹാദേവനും നയൻതാര ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്നു. അവർ പേര് കിട്ടിയില്ലെന്നാ നയൻതാരയായിട്ട് മാച്ച് ആവില്ലെന്ന്. ഇപ്പൊ മഹാദേവനും നയൻതാരയും കൂടെ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്നു, ഒരേ മീൻസ് നായകനായിട്ട്. നയൻതാരയ്ക്ക് കൊടുക്കുന്ന പേയ്മെന്റ് മഹാദേവന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? സ്റ്റാർട്ടപ്പ് വാല്യൂ. സോ അവർ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, ഇത്രയും നാളത്തുള്ള പണി, ഇത്രയും നാളത്തെ എല്ലാം കൊണ്ടാണ്. പിന്നെ സ്കിൽ ബേസ് എല്ലാം കൊണ്ടാണ്. പിന്നെ വെറുതെ ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്ന രണ്ടുപേർക്ക് ഈക്വൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ചില ആൾക്കാർ ചുമ്മാ താളം വിടുന്നതാണ്. നമ്മൾ ഈക്വൽ പേ ആണല്ലേ, ആർക്കും കൊടുക്കാറില്ല അല്ലേ? പണിയില്ല, ആണോ പെണ്ണോ വ്യത്യാസം ഇല്ലാതെ നമ്മൾ ആർക്കും കൊടുക്കാറില്ല. പണിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കാസ്റ്റിംഗ് കോച്ചിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? കാസ്റ്റിംഗ് കോച്ച് ഉണ്ടോ മലയാള സിനിമയിൽ? കാസ്റ്റിംഗ് കോച്ച് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. അതിനൊരു വിഷമമുണ്ടല്ലോ. കിട്ടിയിട്ടില്ലെന്നാ കൗച്ചിരിക്കുന്നത്. ഇത് അങ്ങനല്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു റോള് കിട്ടാൻ വേണ്ടി നമ്മൾ തിരിച്ച് ഫേവർ നിനക്ക് കിട്ടുന്നല്ല. വന്നിട്ടില്ലെന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് ഗ്രാമർ തെറ്റിപ്പോയി. ആൻസിക്ക് ഇതുവരെ ആൻസി ആരും ഒരു മോശമായ രീതിയിൽ ആ സിനിമയ്ക്ക് റോള് കിട്ടണ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല? അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ആ സംഭവം ഒരു തമിഴ് മൂവിയാണ്, ഒരു സ്റ്റാർ വാല്യുള്ള തമിഴ് മൂവി. അങ്ങനെ കാസ്റ്റിംഗ് ഒക്കെ ആയി, പിന്നെ അത്യാവശ്യം ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവർക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റിന്റെ പരിപാടി വന്നു. എന്താ പറയുക, ഇതിന് മുന്നേ പറഞ്ഞേക്കാം. ഒന്നത് ഇത് സീരിയസ് കാര്യം, നമ്മളോട് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, നമുക്കിതറിയാം. ആൻസി ഇത് വിദഗ്ധമായി എസ്കേപ്പ് ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം. അപ്പം അല്ല, അതുകൊണ്ട് നമ്മൾ ഫണ്ണായിട്ട് എടുക്കണം. ഇല്ല പിന്നെ ഇതിനടി താഴെ വെച്ച് ഒരു പെൺകുട്ടി ഫേസ് ചെയ്യുന്ന വിഷയത്തിനിടെ അവന്മാർ അട്ടഹസിക്കുന്നുണ്ടല്ലേ. അതെ, ഇപ്പൊ കുഴപ്പമില്ല. ഇനി പറഞ്ഞു ഇത് ഇടക്കിടയ്ക്ക് കേട്ടില്ല. കൊറേ വെട്ടാനുണ്ടെന്ന്. അപ്പൊ
ആദ്യം എൻ്റെ ഇപ്പം നമ്മൾ ഈ കുഞ്ഞുനാളിലൊക്കെ ആൾക്കാർ പറയും എന്തോ ആവണം, സിനിമ നടി ആവണം, അയ്യോ സിനിമ നടി ആവല്ലോ, അതൊക്കെ ഭയങ്കര നിങ്ങളുടെ ബോംബെയിലോട്ട് അയക്കും അങ്ങനത്തെ പരിപാടിയാണ്. പണ്ടൊക്കെ നമ്മുടെ അപ്പൻ്റെ അമ്മമ്മയൊക്കെ ആ ഒരു സ്കീമിൽ ആ സിനിമയെ കാണുന്നത്. സോ അപ്പം പിന്നെ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് +1 കഴിഞ്ഞിട്ട് സിനിമ നോക്കണം. കാരണം ഒറ്റയ്ക്ക് മഹാദേവൻ പണ്ട് മറ്റേ മനോരമ ബമ്പർശീലിലെ ബെസ്റ്റ് സ്റ്റാൻഡപ്പിന് അവാർഡ് വാങ്ങി വരുന്നത് കുട്ടിക്കൂരുടെ വെച്ചിട്ട് ഞാൻ അവാർഡ് അതൊക്കെ ഞാനൊക്കെ ടോയ്ലറ്റിക്ക് ഞാൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അല്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടിയത്. പിന്നെ ഡയറക്ടർ താങ്ക് യു അങ്ങനത്തെ അമ്മ പറയാം വാങ്ങിയ അവാർഡ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോ ആ ഒരു അത് കനപ്പെട്ട അവാർഡ് പോയില്ല, തന്നെ കിടപ്പുണ്ടെന്ന്. അപ്പം ആ ഒരു സ്കീമില് സിനിമയെ ഭയങ്കര ഡ്രീം ചെയ്ത് വന്നൊരു പെൺകുട്ടി കഴിഞ്ഞ 2-3 പ്രാവശ്യം കിട്ടിയില്ലെന്നല്ലേ, കൊറേ നാള് കഴിഞ്ഞ് കിട്ടിയ ഒരു അവാർഡ് പോലെ ഇരിക്കുന്നല്ലോ. അത് വിട്ട് അല്ലാതെ അത് വിട്ട് ആ വിഷ്വൽ മനസ്സിലാവുന്നത് നിന്റെ ദുരനുഭവത്തിലേക്ക് വരും. ഞാൻ ചിരിക്കരുത്. അല്ല ഈ സംഭവം ഞാൻ നേരത്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന്. അതായത് ഞാനൊരു ട്രിവാൻഡ്രത്ത് നിശാഗന്ധിൽ ഒരു ഷൂട്ടുണ്ടായിരുന്നു. ഒരു ഗവൺമെന്റ് ഒരു പരിപാടിക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് വൈകിട്ട് തന്നെ വിളിച്ചത് ഒരാളെ നെഞ്ചു പൊട്ടി സംസാരിക്കുന്നത് ചിരിക്കാതെ അതിന് നീ നെഞ്ചു പൊട്ടിയല്ലോ പറയണം, നീ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് അട്ടഹസിച്ചാ. ഇല്ല ഞാൻ ആ പരിപാടി ഓർത്ത് ചിരി വന്നതാ. അപ്പോൾ എനിക്ക് കോള് വന്നിട്ട് തമിഴ് വന്നത് സംസാരിച്ച് ഇങ്ങനെ കാസ്റ്റിംഗ് ഞാൻ ആ സമയത്ത് ചെറുപ്പ ഇങ്ങനെ കാസ്റ്റിംഗ് അയക്കും, കാണുന്നതൊക്കെ അയക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ കുറച്ച് ഔട്ട് ചെയ്ത് അങ്ങനെ അയച്ചു ഇങ്ങനെ ഇന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, ഞാൻ ഏതിന് അയച്ചെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരുപാട് സാപ്പാട് ഇങ്ങനെ പറഞ്ഞ് ഇന്ന നടൻ്റെയാണ്, ഇന്നതാണ്, ഇതെന്നാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാനിത് ജെന്യൂൻ ആണോ എന്ന് അറിയാൻ വേണ്ടി പരിപാടിയൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ഡയറക്ടറിൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി, പുള്ളിക്ക് മെസ്സേജ്, പുള്ളി റിപ്ലൈ തന്നു, ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം അപ്പോൾ കറക്റ്റാണ്, ഫേക്ക് അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ AD ആണ് വിളിച്ചത്. AD വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന ക്യാരക്ടറാണ്, ഇതാണ്. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ്, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, 2 മൂവിയുടെ പരിപാടി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പെർഫോം വീഡിയോ അയച്ചു കൊടുത്ത് അവർക്ക് ഓക്കെയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞു, അവസാനം പറഞ്ഞു ഓക്കെ അല്ലേ മാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് பண்ண முடியுமா. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല, ആദ്യമായിട്ട് തന്നെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഫിസിക്കലി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞില്ല 3 ലാഖ് ആണ് സാലറി, 2.5 മാസം 3 ലാഖാണ്. അപ്പം പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 3 ലാഖിൻ്റെ ഒന്നും ഇല്ല. അപ്പോൾ അതിനുള്ള ആൾക്കാരെ നിങ്ങൾ വിളിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 5 ലാഖ് അല്ല, ഞാൻ 3 ലാഖ് പറ്റിയ ആൾക്കാരെ, അതിനുള്ള വർത്തുള്ള ആൾക്കാരെ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്. എന്നാലും ഗിരീഷ് ഷെഡി ഇത്രക്കാരനെന്ന് ഞാൻ വിചാരിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ADയുടെ ഒരു ഗതികേട് ഓർത്ത് നോക്കും അല്ലേ. അപ്പോ അയാൾക്ക് ചോദിച്ചിട്ട് എവിടെയും കിട്ടണില്ല. ഇപ്പം ഇവര് തമ്മിൽ, ഇപ്പൊ ഈ ഡയറക്ടറും AD തമ്മിൽ ഇതിനെപ്പറ്റി ചിലപ്പോ അയാൾ അറിഞ്ഞു കാണത്തില്ല, ചിലപ്പോ അറിഞ്ഞാണോ അറിയത്തില്ല. ചിലപ്പോ AD അവരെ തന്നെ ആയിരിക്കും 3ാമത് കൂട്ടിയിരിക്കണല്ലേ. ഇല്ല, പുള്ളി ഒറ്റയ്ക്കാണ്, പുള്ളിക്ക് വേണ്ടി മാത്രം അങ്ങനെ പരിപാടി പറഞ്ഞ. അപ്പോ 3 ലക്ഷം. അപ്പൊ ഇങ്ങനെ പരിപാടിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആദ്യമായിട്ടാണ് നമ്മൾ വണ്ടടിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത് അങ്ങനെ കട്ട് ചെയ്ത് സെക്കൻഡ് എനിക്കൊന്ന് പുള്ളി ടൈപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഒരു 3-4 സെക്കൻഡ് എനിക്ക് മെയിൽ വന്നു, എൻ്റെ പ്രൊഫൈൽ റിജക്റ്റഡ് ആയി. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് പോരാ, ഞാൻ പെർഫോമൻസ് കാഴ്ച വെച്ചില്ല, റിജക്റ്റ് ചെയ്ത്. പുള്ളി പെർഫോം ചോദിച്ചു, ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും റിജക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഡയറക്ടറിന് സംഭവം ഇത് കാണിച്ചു, ഇങ്ങനൊരു സാധനം വന്നു. അപ്പോൾ പുള്ളിയായിട്ട് റിപ്ലൈ ആയിരുന്നു. അപ്പം എനിക്ക് പുള്ളിയായിട്ട് കണക്ഷൻ കാണും. പിന്നെ നോക്കിയില്ല. അപ്പം അങ്ങനെ ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് പറയുന്ന സാധാരണ ആൾക്കാരെല്ലാം പറയുന്നവര് ആരാ ചോദിച്ചത്, ഏത് സിനിമയ്ക്ക് വേണ്ടി, ഇതൊന്നും പറയാറില്ല. അതെന്തുകൊണ്ടാ? വെറുതെ ഇനി ഞാനിതിനെ അവര് വെറുതെ ഇതിനെ ഫേമസ് ആക്കുന്ന ഫേമസ് ആവുമല്ലോ. അതല്ല, അതെന്ത് ശരിക്കും ആൾക്കാർ തുറന്നു പറയാം. ഇന്ന ആളാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് പറയാത്തത്? എനിക്ക് ഇപ്പൊ പുള്ളി ഇപ്പൊ ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ. പുള്ളിയുടെ പേര് വേണമെങ്കിൽ പറയാം. എന്താണ്, വിനു അങ്ങനെ എന്തോ ഒരു സംഭവം. മീൻസ്
തമിഴ്നാട്ടിലുള്ള ഒരാളാണ് അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ? സിനിമയുടെ പേരെന്താണ്? അല്ല, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഇടനില പോലെ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറോ മാനേജറോ ഒക്കെ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആർട്ടിസ്റ്റിനെ ഞാനാ ചോദിച്ചതെങ്കിൽ എനിക്ക് അതിന്റെ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ എന്റെ മാനേജർ എന്റെ ഫോർത്ത് അസിസ്റ്റന്റ് എന്റെ ഫോർത്ത് എഡി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരാൾ ക്ലെയിം ചെയ്താൽ അത് മറ്റേ ആളിനെ ടർണിഷ് ചെയ്യുന്ന ഇമേജ് ടർണിഷ് ചെയ്യുന്ന പോലെ ആയിപ്പോൾ. അതുകൊണ്ട് അതും പറ്റത്തില്ല. പക്ഷെ ഞാൻ ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രൊഡ്യൂസർ ചോദിച്ചു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എന്റെ ആ പടത്തിലെ പ്രൊഡ്യൂസർ തുളസി, കൊല്ലം തുളസി ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. പുള്ളി കൊല്ലം തുളസി ആണല്ലോ. അപ്പൊ ആദ്യ കാലഘട്ടത്തില് പുള്ളിക്കാരന്റെ കോള് വന്നു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി. എന്നിട്ട് അഡ്ജസ്റ്റ് പണ്ണ മുടിയുമാന്ന് ചോദിച്ചത്. പുള്ളിക്കാരൻ തുളസിയാണ്, കൊല്ലം തുളസി. ആണാണോ പെണ്ണാണെന്ന് അറിയാതെ അങ്ങനെ പുള്ളിക്കാണെങ്കിൽ കാശ് കൊടുത്ത് പുള്ളീനെ അങ്ങോട്ട് വിളിച്ച് പുള്ളിക്ക് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പ്രൊഡ്യൂസർ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആൻസർ കേസിൽ ആൻസർ ആളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏതോ തമിഴ് സിനിമയിലെ ഏതോ AD എന്ന് പറയുന്ന ആളാ ചോദിച്ചെന്ന് പറയപ്പെടുന്നത്. അത് ജെന്യുവിനായിട്ട് ഉള്ള രീതിയിലായിരുന്നു അപ്രോച്ച് ആദ്യം. ഇത് ചോദിച്ചപ്പോൾ റിജക്റ്റ് ആവുകയും ചെയ്തു. ആൻഡ് ആൻസിക്ക് അറിയാം അതൊരു ഒഫീഷ്യൽ കോളായിരുന്നു, ഡയറക്ടർ സംസാരിച്ചെന്ന് അറിയാം. പക്ഷെ ആൻസിക്ക് ഇതിപ്പോൾ പറയാൻ ആൻസി കൂളായിട്ട് പറയാൻ കാരണം അത്ര പ്രാക്ടിക്കലായിട്ട് ആൻസി അതിന് റിപ്ലൈ കൊടുത്ത് വിടുകയും ചെയ്തു. ആൻസി പേടിച്ചിട്ട് അങ്ങനെ നിൽക്കല്ല, ബോൾഡായിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളാണെങ്കിൽ എനിക്കത്ര വെർത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഫണ്ണാക്കി തിരിച്ചു വിടുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ചില ആൾക്കാർ പറയും ഇന്റർവ്യൂ എന്ന് പറയുന്നത് എൻ്റെ പ്രൊഡ്യൂസർ ഇന്നെന്ന് പേര് പറയത്തില്ല, ഇന്ന സിനിമയ്ക്ക് ഞാൻ ഇതൊരു സ്ഥലത്ത് പോയപ്പോൾ ഇത് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ തരാം എന്ന് പറയും. അപ്പം അങ്ങനെ അവർ പേര് പറയാത്തത് എന്തുകൊണ്ടാണ്? കാരണം അങ്ങനെ പറഞ്ഞാലല്ല അയാൾ ഇത്രയും അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെന്ന് ബാക്കിയുള്ളവർ അറിയത്തുള്ളൂ. അവരോട് ചോദിക്കേണ്ടത് ആൻസർ ചോദിച്ചത് കാര്യം അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ, അവർക്കല്ലേ അറിയത്തുള്ളൂ എന്താ പറയാത്തതെന്ന്. ഞാനിപ്പോ പറയാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലായിട്ട് അവരൊന്നും അറിയത്തില്ല. ആൻസിക്ക് നിലവിൽ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എന്തെങ്കിലും മോശം അനുഭവം ഇവിടെ വന്ന് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി ഉണ്ടായ ആൻസിയുടെ നിലപാട് എന്തായിരിക്കും? അപ്പോഴും തന്നെ പറയാം, നിങ്ങൾ ഞാൻ വെറുത്തല്ല, വെറുത്തായിട്ടുള്ള ആൾക്കാർ അത് അപ്പോഴും പറയത്തുള്ളൂ. ബോൾഡ് ആൻഡ് കൂളായിട്ട് ഫേസ് ചെയ്യാന്നുള്ളതാണ്. അത് പണ്ട് ഗണേശ് വരണം എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് നേരെയുള്ള ഇങ്ങനെയുള്ള ഫേവേഴ്സിന് വേണ്ടിയുള്ള ഗണേശ് നമ്മുടെ മിനിസ്റ്റർ സിനിമയുടെ പുള്ളി പറഞ്ഞിട്ടുള്ള ഇപ്പം സിനിമയ്ക്കകത്ത് അങ്ങനത്തെ ചോദ്യം പുള്ളിയോട് വന്ന പുള്ളി പറഞ്ഞ ഇപ്പൊ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ചോദിക്കുന്ന ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും സ്ത്രീകൾ നാട്ടിൽ നേരിടുന്ന പ്രശ്നമായിരുന്നു. അതായത് ബസ്സിൽ പോകുമ്പോൾ ഒരുത്തൻ തോണ്ടാൻ വരുന്നത്, അല്ലെങ്കിൽ റോഡിൽ കൂടെ രാത്രി നടന്നു പോവാണെങ്കിൽ ചേച്ചി എവിടെ വരുന്നോ എന്ന് ചോദിക്കുന്നത് മുതൽ എല്ലായിടത്തും സ്ത്രീകൾക്ക് ഈ പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഓപ്പൺലി ബോൾഡായിട്ട് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതേ. അല്ലാതെ നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ഇത് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ പ്രശ്നം ഉള്ളതാ. അത് വഴങ്ങിക്കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടത്തുമില്ല, അത് പോവുകയും ചെയ്യുന്നുള്ള ലെവലിലാണ്. ഈ സിനിമയില് പെണ്ണുപിടി കൂടുതലാണ്. ഇപ്പൊ സിനിമയിൽ നമ്മൾ പോകണമെന്ന് പറയുമ്പോൾ ഒന്ന് പറയുന്ന ഭയങ്കര ഡ്രഗ്സിന്റെ ഇതാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ പ്രൊഫഷനിൽ ഇപ്പൊ IT വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ഡ്രഗ്സ് ആണ്. അത് സിനിമയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമല്ല. എല്ലായിടത്തും ഒരു 50% ആൾക്കാർ ഡ്രഗ്സ് എടുക്കാറുണ്ട്, 50% എടുക്കാറില്ല. അത് തന്നെയാണ് എനിക്ക് സിനിമയിലും ഉള്ള റേഷ്യോ. പക്ഷെ സിനിമ അതേപോലെ തന്നെയാണ് ഈ പെണ്ണുപിടിയുടെ കാര്യവും. ആൾക്കാർക്ക് സിനിമയിൽ എന്തോ ഇത് വളരെയധികം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത ഓഫീസിലും അവിഹിതം ഭയങ്കര കൂടുതലായിരുന്നു. മുകളിൽ അതായത് ഇപ്പൊ ഫേവർ ചോദിക്കുന്നതും ഫേവർ കൊടുക്കേണ്ടതും ഓഫീസുകളിൽ ഭയങ്കര കൂടുതൽ. അതായത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ MD മാനേജർ ലെവലിൽ ഇരിക്കുന്നവർ താഴെയുള്ളവരോട് പെരുമാറുന്നതിനകത്ത് ഈ ഒരു ആൾക്കാരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ മാത്രമാണ്, സിനിമ ഇവിടുന്നാണ് ഇതെല്ലാം ഉടലെടുത്ത് പോകുന്നത് ഓരോ സ്ഥലത്തോട്ട്. അങ്ങനെയാണ്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ സിനിമയിൽ പോകുന്ന പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ് ഒന്ന് കഞ്ചാവ് ഒക്കെ ഭയങ്കര കൂടുതൽ. അവിടെ എനിക്ക് തോന്നുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ തമിഴിലെ ആള് കോണ്ടാക്ട് ചെയ്ത് നേരെ ചോദിക്കുന്നത് പൈസ തരുന്നു അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. ഇതിവര് അവരൊരു ഫോർമാറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലല്ലേ. അതായത് അപ്ലൈ ചെയ്ത ആളോട് നേരെ ചോദിക്കുന്നത് ഇല്ല. അത് സിനിമയിലായിരിക്കും ചിലപ്പോൾ നടക്കുന്നത്. അതായത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ജോലി ഇന്റർവ്യൂവിന് പോകുമ്പോൾ പറയും പ്രൊഫൈൽ ഇത്രയാണ്, നമുക്ക് ഈ സാധനത്തിന് സാധാരണ ഞങ്ങൾ 60,000 കൊടുക്കും, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുട്ടി ഞാൻ ഭയങ്കര കേപ്പബിൾ ആണെന്ന് തോന്നുന്നുണ്ട്, 75,000 നമുക്ക് ഈ ജോലിയിൽ തരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഫ്രീ ഒക്കെ ആണല്ലോ അല്ലേ, നമുക്ക് ഓഫീസ് ടൈം ബാധകമല്ലല്ലോ, വീക്കെൻഡ്സ് അവൈലബിൾ ആണല്ലോ. അങ്ങനെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന കേസ് എനിക്കറിയാം. അത് ഞാൻ ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് എന്റെ ഫ്രണ്ട്സ് എന്നോട് പരാതി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ ഈ പ്രൊഡേറ്റർ സ്വഭാവമുള്ള ആൾക്കാർ അവരുടെ സ്ഥിരം ടെംപ്ലേറ്റ് സാധനങ്ങൾ ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയിലും യൂസ് ചെയ്യുന്നതാണ്. അല്ല ഇപ്പം സ്റ്റാഫ് മാനേജർ അതെല്ലാം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഫ്രണ്ട്സിനകത്ത് എല്ലാം ഉൾപ്പെടും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്
ബെനിഫിറ്റ്സ് പിന്നെ സാലറി ഒക്കെ മാസം എൻഡിൽ അവസാനം പെട്ടെന്ന് കിട്ടും എല്ലാം. അല്ല ഇത് ഈ അർഹിക്കുന്ന പ്രിഡേറ്ററി ബിഹേവിയർ ഭയങ്കര ചിരിക്കുന്ന ഞാൻ ഇത് നമ്മൾ പുച്ഛിച്ചിരിക്കുന്ന സാധനം തന്നെയാണ്. നമ്മൾ ഇത് അത്ര ഓഹോയോ സോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഇത് പുതിയ സംഭവമൊന്നുമല്ല. നമ്മൾ അതിനർഹിക്കുന്ന അവഗണനയോട് എല്ലാവരും തള്ളാൻ തയ്യാറായി ഓട്ടോമാറ്റിക്കലി ഇത് ഇവർ തന്നെ ഈ സാധനത്തിന് പുറത്തു പോയിക്കോളും. ഇവര് സിസ്റ്റത്തിൽ നിന്ന് ഇവര് പതുക്കെ പുറത്തു പോയിക്കോളും. അല്ല ഇതെല്ലാരും ചോദിക്കുമ്പോ ഒന്നെങ്കിൽ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അവിടെ അതായത് ഓക്കെ അതെങ്ങനെയും ഒരു ഇതിൽ ക്ലോസ് ചെയ്യുന്നല്ലാതെ തിരിച്ചു പോക്ക് കിട്ടുമ്പോൾ നിർത്തിക്കോളും. അല്ല ചോദിക്കാനൊക്കെ ഒരു ഇല്ല. ഇതില് ഇങ്ങനെ ചെയ്യുന്നവർക്ക് 10-1 എന്നുള്ളത് അവർക്ക് അറിയാം. അവർക്ക് 9 കിട്ടാൻ പോകുന്നത് 3 പേര് പുറത്തു പോകും. പക്ഷെ ഈ സ്ത്രീകൾ നാളുകളായി പറയാതെ വന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ആൾക്കാർ വിചാരിക്കുന്ന ഇവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. അതുകൊണ്ട് വെളിയിൽ പറഞ്ഞ അയ്യോ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു, അങ്ങനത്തെ പരിപാടി ഉണ്ട് കുറെ. പിന്നെ നല്ല ഹോളിലുള്ള ടീംസ് ഒക്കെയാണ് തിരിക്കും വേണം അങ്ങനത്തെ പരിപാടിയാണ്. ഇവിടെ വന്ന് നമുക്ക് സൂപ്പർ സ്റ്റാർസിനെതിരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫാൻസ് തന്നെ ആദ്യം അടിക്കും. താഴെ വന്ന് ഫാൻസ് ചീത്ത പറയാൻ തുടങ്ങും, ഞങ്ങളുടെ സ്റ്റാർ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പറയാൻ പഠിക്കുന്നുള്ളതാണ്. ഇല്ല, പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഈ പറയുന്നവരായാലും അവരുടെ പേര് പറഞ്ഞാൽ തീർന്നു. അവരെ നമ്മളെ കമന്റുകളിലെ സദാചാരക്കാർ തന്നെ വന്നിട്ട് അറിഞ്ഞു കളയും. കമന്റ് ഇരുന്ന് കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഈ ഇടയ്ക്ക് ഏതോ ഒരു പെങ്കൊച്ചിന്റെ എന്തോ ഒരു ഇഷ്യൂസ്, അപ്പൊ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ആ ഒരു പെങ്കൊച്ചിനെ എന്തോ അടിച്ചു ഉപദ്രവിച്ചു എന്തോ പരിപാടിയാണ്. അപ്പോൾ ഒരുത്തൻ കമന്റ് ഇട്ടിട്ടുണ്ട്, എടാ നിനക്കൊന്നും നാണമില്ലടാ, അമ്മയും പെങ്ങളുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയത്തില്ലടാ, നീ പെണ്ണുങ്ങളൊക്കെ നീ എന്തിനാണ് ഇങ്ങനെ തെറി പറയുന്നത്, എടാ നാണം കേട്ടോനെ. അപ്പം ഈ പുള്ളിയുടെ കമന്റ് പിൻ ചെയ്തിട്ടുണ്ട്. ആ പേജിൽ പിൻ ചെയ്ത് എത്രയോ 10,000-20,000 ലൈക്ക് പോയിട്ടുണ്ട്. അപ്പം ഈ പുള്ളിയുടെ അക്കൗണ്ടിൽ എനിക്കെന്തോ പ്രൊഫൈൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് പോകുന്ന കാലത്ത് പുള്ളി എനിക്ക് 2022 ആ സമയത്ത് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ട്, ഹലോ ഹായ് കുറെ ഇങ്ങനെ അടുപ്പിച്ച് വന്ന് ഹലോ ഹായ്. പിന്നെ ഇട്ടേക്കുന്ന അമ്പുഴുക്ക തെറികളാ. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, തെറികളാ. അപ്പൊ ഇവനല്ലേ അവിടെ 2 കുമ്പിടിയാ, ഇവനല്ലേ അവിടെ പറഞ്ഞു സ്ത്രീകളെ സാധാരണ കൂടുതൽ ഓവർ കാണിക്കണവനാണ് ഫ്രണ്ട്സ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തൊരു സ്റ്റോറി ഇട്ടായിരുന്നു ആ ടൈമിൽ. ഇങ്ങനെ 2 പോയ അങ്ങനെ 2 ക്യാരക്ടർ. ഇവർക്ക് രാത്രിയാകുമ്പോൾ ഒരു വേറെ വൈബാണ്, പകല് ഭയങ്കര പകൽമനിമാരുടെ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ജനറൽ സദാചാര വൈബ് അങ്ങനെ. ഇത് എന്തോ മരിക്കുന്ന മുമ്പ് മാക്സിമം എടുത്തോണ്ട് പോണമെന്ന് ചിന്തിച്ച് ഒരു അവിടെയും കൂടെ കിട്ടിയാലോ ചോദിക്കാം അല്ലേ, ചോദിക്കാതിരുന്ന് ഇനി കിട്ടാതിരിക്കണ്ട. എനിക്ക് ഞാൻ വർക്ക് ചെയ്തില്ലെന്ന് അതെ, ഞാൻ ഇതുപോലെ ഇവളോട് ചോദിക്കാൻ പറ്റിയ റീസെന്റ് കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? സൂപ്പർ സ്റ്റാർസ് അവരുടെ സിനിമകളിൽ പൊളിറ്റിക്കൽ കറക്റ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പാർവതി കസബ വിഷയത്തിൽ മമ്മൂട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ സൂപ്പർ സ്റ്റാർസ് അങ്ങനെയുള്ള സ്റ്റാർസ് അവരുടെ സിനിമകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന അഭിപ്രായമുണ്ടോ? അത് സിനിമയാണല്ലേ, സിനിമയ്ക്കകത്ത് ഇപ്പൊ ഞാൻ ചിലപ്പോ ഞാൻ പറഞ്ഞ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന 2-3 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും ഞാൻ ആ സമയത്ത് പറഞ്ഞ തെറ്റായിരിക്കുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്ന ശരി എന്താന്ന് വെച്ചാല് അങ്ങനല്ല, മമ്മൂട്ടിയുടെ ജോലി അഭിനയമാണ് അല്ലേ. അപ്പൊ ഒരു ഡയറക്ടർ കൊടുക്കുന്ന സാധനം പുള്ളി ചെയ്യുന്നു അല്ലേ. അതിപ്പോ ഈ പുള്ളി മിനിസ്റ്റർ ആയിട്ട് എന്തോ സൊസൈറ്റി ചെയ്ത കണക്കാണ് വേറെ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഓരോരുത്തരും അത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ക്രിയേഷൻ്റെ അവരുടെ ഒരു ഫ്രീഡം ആണ്. ഇത് എങ്ങനെ കൊണ്ടുവരണം അല്ലെങ്കിൽ എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഇഷ്ടത്തിനേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആഴെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് പൈസ എടുത്ത് അവർ സിനിമ എടുത്ത് അവരുണ്ടാക്കണം. സോ ആ പരിപാടിയാണ്. ഇല്ല, ഞാനിപ്പം മറ്റേ ഇപ്പൊ ഈ US കുറെ ഈ സീരിയൽ പോലത്തെ സാധനം ഹിറ്റ് ആവുന്നുണ്ട് റീലിലൊക്കെ. അല്ല, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ അവർക്ക് ഇഷ്ടമുള്ള സാധനം അന്ന് വെച്ച് തോന്നിവാസം കാണിക്കാനല്ല ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പരിപാടി അത്യാവശ്യം മെനയുള്ളതൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര മറ്റേ പരിപാടി ഇത് കാണിച്ചു തന്നിട്ട് വന്ന് പറഞ്ഞാണല്ലോ ഒരു ഇഷ്ടമുള്ള പരിപാടി ഇഷ്ടമുള്ള അതല്ല. അതൊക്കെ വേറെ നമുക്ക് പ്രൈവറ്റുള്ള സ്പേസിൽ ഇടാനുള്ളതുണ്ട്. ഇനി പറഞ്ഞു അല്ലെങ്കിൽ എനിക്കുള്ളത് കിട്ടും. ഈ US ഇപ്പോൾ ഈ കുറേ ചൈനീസ് കമ്പനീസ് സീരിയലൈസ്ഡ് റീൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് 1.5 മിനിറ്റ് 2 മിനിറ്റ് എപ്പിസോഡ് റീല് പോലെ. അവരെടുക്കുന്ന സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സീരിയൽ പോലെ തന്നെ റൊമാൻസ്, ചീറ്റിംഗ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാശുണ്ടാക്കുക തുടങ്ങിയ സാധനങ്ങളാണ്.
അപ്പോൾ അത് ആർട്ടിക്കിൾ അവർ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോളിവുഡിൽ നിന്ന് വരുന്ന സിനിമകളെല്ലാം ഇതേപോലെ പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടി അതിൽ 2 ബ്ലാക്ക് ക്യാരക്ടേഴ്സിനെ വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഭയങ്കര സെൻസേർഡ് ആണ്, കോമഡി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ആരെ അടിച്ചു താത്തൂടാ എന്നുള്ള സാധനം വന്ന് കോമഡി ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു നായികേനെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ നായിക ഭയങ്കര നോർമൽ ഒരാളെ പോലെ ഇരിക്കണം. പക്ഷെ ഇവർ ഈ ചൈനീസ് കമ്പനീസ് ഉണ്ടാക്കുന്ന സീരീസിൽ നായിക ഭയങ്കര സെക്സി ആയിരിക്കും, നായകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ബോഡി ഉള്ളതായിരിക്കും, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നുമില്ല അവിടെ. അപ്പം നാച്ചുറലി യൂത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം ഹോളിവുഡ് ഇങ്ങനെ കാണിച്ച് ഇതിപ്പോ മറ്റേ പോപ്പുലാരിറ്റി ഇതേ സാധനം മലയാളത്തിൽ കാണിക്കുകയാണെങ്കിൽ ഇവനൊക്കെ എന്തൊക്കെ ലൈഫിൽ നടക്കുമെന്ന് പറയും. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഇപ്പൊ അങ്ങനെ ചില ആൾക്കാർ പറയത്തില്ലേ, അതായത് നമ്മുടെ വീട്ടിലുള്ള പരിപാടി കൊള്ളത്തില്ല, അപ്പുറത്തെ വീട്ടിൽ അടിപൊളിയാന്ന് പറയുന്ന ആൾക്കാരാണ് ഇവിടെ. നീ പറഞ്ഞ പോയിന്റ് എന്താണ്? അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൂടി ശരിക്കും ഇത് ഒരു ഭയങ്കര ഇത് എവിടെ നടക്കാത്ത ഒരു കാര്യം പോലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ അത് അങ്ങനെ ഒരു സൊസൈറ്റി അല്ല നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൽ ഭയങ്കര അക്സെപ്റ്റിങ് ആണ് എല്ലാവരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും പൊളിറ്റിക്കലി കറക്റ്റ്നെസ് കാണിച്ച് ഇനി കണക്ട് ചെയ്യാൻ പറ്റണല്ലോ സാധനം. ഞാൻ ജീവിക്കുന്ന സൊസൈറ്റി അത്രയും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അല്ലേ? അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന. അല്ല, ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ്. പുരോഗമനം പിടിച്ചാണ്ടോ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമയെ കാണിക്കുമ്പം അത് ചിലപ്പോൾ ആ സിനിമ എനിക്ക് റിലേറ്റബിൾ അല്ലാതെ ആക്കും. കാരണം അത്രയും നമുക്കാണെങ്കിൽ അത്രയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ജീവിതത്തിലില്ല. ആൻസി ചാൾസിന്റെ അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? പായൽ കബാഡിയെ വിളിച്ച കാര്യം ഞാൻ ചോദിക്കണം, അപ്പൊ പറയാമെന്ന് പറഞ്ഞു. പായൽ കബാഡി വിളിച്ചെന്നല്ല, ആ മൂവി ഉണ്ടല്ലോ നമ്മളിപ്പോ റെഡ് കാർപ്പറ്റിൽ. അപ്പൊ പുള്ളി ഓഡിഷൻ ഇല്ല, ഇതിന്റെ ഓഡിഷനും പരിപാടി കേട്ടോ. അല്ല, ഇതിന്റെ ഓഡിഷനും പരിപാടി ഒന്നും അറിയത്തില്ല. നമ്മൾ ഈ ഫ്യൂച്ചർ ഫിലിം ഒന്നും ഞാൻ കാണണ്ടല്ലോ. സോ എനിക്ക് പുള്ളിക്കാരനെ അറിയത്തില്ല. പുള്ളിക്കാരിയാണ്. അതാ പറഞ്ഞ പുള്ളിക്കാരനെ അറിയത്തില്ല. ജെസിക തന്നെ. പായൽ കബാഡിയ. ഇപ്പൊ ചില റീല് വരത്തില്ലേ, വയറിലാവാൻ ശ്രമിച്ചിട്ട് കിട്ടിയ അതുപോലെ. അപ്പോ ഇതിന്റെ കാസ്റ്റിംഗ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് അതിന്റെ മെയിൽ ഇത് വന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൊഫൈൽ അവർ എനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ പരിപാടിയാണ്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇത് ആരാണ് എന്താണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫീച്ചർ ഫിലിം ചെയ്യുന്നതാണ്, അടൽ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഒരു ഭയങ്കര ഡയറക്ടറാണ്, ഇന്നത്തെ കുറച്ച് ഫീച്ചർ ഫിലിം പരിപാടിയൊക്കെ ചെയ്യുന്നതാണ്, ഇന്ന ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇങ്ങനെ ഒരു പരിപാടിയാണ്, അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഈ മൂവിയുടെ സിറ്റുവേഷൻ തന്നു. അപ്പം ഞാനാണെങ്കിൽ കുറേ നല്ല ഓപ്പർച്യൂണിറ്റി ഞാൻ നന്നായിട്ട് ഒരു സ്ട്രഗിൾ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തതിന് കുറേ സാധനം ഞാൻ കയ്യിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിവേറിയാണ് ഞാൻ. അപ്പോൾ ഈ സാധനം വന്നു. അപ്പം ഞാൻ ഓക്കെ ചെയ്യാം. അങ്ങനെ 2 ദിവസം ആ സിറ്റുവേഷൻ ഞാൻ അയച്ചു കൊടുത്തു പറഞ്ഞ് ഹിന്ദി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഹിന്ദി ഉണ്ട്, അതും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു ഞാനങ്ങ് വിട്ട് ഒരു 8 അതെ സത്യമാണ്. 8 മാസം കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ പായൽ കബാഡി വിളിച്ചു. കനി നീ ഫ്രീ ആണോ? അവർക്ക് അഹങ്കാരമാണ്. ദിവ്യപ്രഭയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പോയി, ആ സാധനം പോയി. അപ്പോഴേ എനിക്ക് അറിയത്തില്ലല്ലോ, മേ ബി ചിലപ്പോൾ ഞാൻ ഒന്ന് എഫേർട്ട് ഇട്ടാ എന്തെങ്കിലും എവിടെയെങ്കിലും നമ്മളൊരു പാർട്ടായേനെ എന്തെങ്കിലും ഇട്ടായിരുന്നെങ്കിൽ. അപ്പൊ ഒരു 8 മാസം കഴിഞ്ഞപ്പോ ഇത് കേട്ടിട്ട് 8 മാസം കഴിഞ്ഞപ്പോ ഇങ്ങനെ റെഡ് കാർപ്പറ്റിൽ ഞാൻ ഈ പേര് ഞാൻ എവിടെയോ. അപ്പൊ സംഭവം ഈ സ്ക്രിപ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട് പറഞ്ഞ് അതിൻ്റെ അകത്തുള്ള പരിപാടിയാണ്, ഈ ഡയലോഗ് അല്ല അതിൻ്റെ അകത്തുള്ളതായിരുന്നു. പറഞ്ഞാൽ ആണല്ലേ, ഇനിയിപ്പോൾ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കാനും പോകുന്നല്ലോ. നോക്കി നമുക്ക് 2 പേർക്ക് മിണ്ടായിരുന്നു കരയാം. അങ്ങനത്തെ ഒരു പരിപാടിയായി. ഇപ്പൊ റെഡ് കാർപ്പറ്റ് നിൽക്കേണ്ട ആളായിരുന്നു അല്ലേ? അല്ല, ഇവിടെ കൊണ്ട് ലൈഫ് തീർന്നു മനസ്സിലായി. സ്റ്റോണൊന്നും ഇല്ല, ഇനി കല്ലെടുത്ത് എറിയും ആൾക്കാര്. ഇതെന്റെ കല്ല് പിടിച്ചോ തീർന്നു, ലൈഫ് തീർന്നു മനസ്സിലായി. നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങള് ജോൺ ജോ ഇല്ല എങ്കിലും ജോൺ ജോയോട് ചോദിക്കാനുള്ള എന്നോട് ഞാൻ പറയാം. ഞങ്ങളും അങ്ങനെയാണ്, അത് അവസരം ചോദിക്കണം. അല്ല, നിനക്ക് ഞങ്ങളോട് ഞങ്ങൾ കുറെ ചോദ്യം എന്നോട് ചോദിച്ചു. നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് 2-3 ചോദിക്കാനുണ്ടായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ നിനക്ക് എന്തെങ്കിലും ചോദിക്കാം? രസിക
3 ലക്ഷം കിട്ടും. അനീസിക്കൊക്കെ താല്പര്യമുണ്ട്. ഞാനാണെങ്കിൽ ചിലപ്പോ സമ്മതിച്ചേനെ. ആ സമയത്ത് നല്ല സാമ്പത്തിക മാധ്യമം ഉണ്ടായിരുന്നു അനീസിക്ക്. എന്തായാലും 3 ലക്ഷം എന്നൊക്കെ നമ്മൾ ചിലപ്പോ അറിയാൻ സമ്മതിച്ചു പോകും. അല്ലേ 3 ലക്ഷം എന്ന് പറഞ്ഞാൽ നോ ആക്ടിങ്, അഡ്ജസ്റ്റ്മെന്റ് ഉള്ളി. അല്ല നമ്മളിങ്ങനെ ചിരിച്ചു നടന്ന് സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ള അപ്പൊ ആർക്കെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് താല്പര്യം അനീസിക്കാനെ വിളിക്കുക അല്ലേ? ഇല്ല, നമ്മളിങ്ങനെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഭയങ്കര ബോൾഡായിട്ട് തന്നെ അത് സെറ്റിൽ ആക്കണം. അത്രേ ഉള്ളൂ. നമ്മൾ കൂളായിട്ട് ഇത് ആരുടെയും കുത്തൊക്കെ ഒന്നുമല്ല. കാരണം എനിക്ക് അവനെ പബ്ലിക്കലി പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഇവൻ പിന്നെ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവിടെ അവര് സ്വന്തം കാര്യം റിസ്ക് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല തമിഴിലെ റേഡിയെ പറ്റി പറയേണ്ട ഒരു കാര്യം. മറ്റേ മുകേഷ് MLA പറയുന്നത് കൊല്ലത്തെ MLA വിളിക്കേണ്ട ഒരു കാര്യമില്ല. തമിഴിലെ 7 കാര്യം ഒരു കാര്യമില്ല. അങ്ങനെ അപ്പൊ ആൾക്കാരിങ്ങനെ അത് കുറച്ച് ബോൾഡാക്കി. അപ്പൊ എനിക്ക് മൂവിയിലോട്ട് വരുന്ന തന്നെ സാധനമുണ്ട്. എന്തൊക്കെയായാലും നമ്മൾ ഇങ്ങനെ പോയിട്ട് എനിക്ക് കഴിവുണ്ടെങ്കിൽ എടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 1 മാസമായിട്ട് ഡയറക്ടർമാർക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പറയുന്ന പരിപാടിയാണ്, സാർ മുട്ടുവിൻ തുറക്കപ്പെടുകയാണ്, ഞാനത് മുട്ട് നോക്കും, തുറക്കൂലെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം, എന്നെ ഓഡിഷന് വിളിക്കുക, കഴിവുണ്ടെങ്കിൽ എടുക്കില്ലെങ്കിൽ പറഞ്ഞു വിടുക. ആ ഒറ്റ വോയിസ് ആയിരിക്കും തീർത്തും. അപ്പം സ്കില്ല് വെച്ച് എവിടെയെങ്കിലും എത്തണം ഒരു പരിപാടിയാണ്. നാൻസി എത്തേണ്ട ഒരാളാണെന്നാണ്. അഭിനയമുണ്ട്, ഡിപ്ലോമസി ഉണ്ട്. അതെനിക്ക് കിട്ടിയിട്ടില്ല. അത് പഠിക്കുന്ന ഡിപ്ലോമ, ഇത് ഡിപ്ലോമസി ഇടപെടലുള്ള. നമുക്ക് എല്ലാ മൂവി എക്സ്പീരിയൻസിനും ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളുടെ മൂവി എക്സ്പെരിമെന്റ് ആയിട്ട് പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും വരാം. താങ്ക് യു ആൻസി ചാൾസ്. ആൻസി ചാൾസ് ഇല്ലാത്തടത്ത് എപ്പിസോഡുമായിട്ട് എല്ലാ ആൾക്കാരും വരൂല.